योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. ഇന്നലെ നമ്മൾ അഷ്ടാവക്രന്റെ ചോദ്യവും ജനകന്റെ ചോദ്യവും അഷ്ടാവക്രന്റെ ഉത്തരം ആരംഭിക്കുന്നതും കണ്ടു. കഥം ജ്ഞാനമവാപ്നോതി, കഥം മുക്തിർഭവിഷ്യതി, വൈരാഗ്യം ച കഥം പ്രാപ്തം, ഏതദ് ബ്രൂഹി മമ പ്രഭോ. ഇതാണ് ചോദ്യം. ജ്ഞാനേനൈവതു കൈവല്യം, ആത്മജ്ഞാനം കൊണ്ടേ കൈവല്യം ഉണ്ടാവുകയുള്ളൂ. നിർവാണം, ആത്മസാക്ഷാത്കാരം, മുക്തി ഇതൊക്കെ പര്യായപദമാണ്. ആ ജ്ഞാനം എങ്ങനെ ഉണ്ടാവും? സർവസ്വതന്ത്രത, മുക്തി എങ്ങനെ ഉണ്ടാവും? ഇതര വിഷയങ്ങളിൽ മനസ്സ് വിടാതിരിക്കുക എന്നുള്ള വൈരാഗ്യം എങ്ങനെ ഉണ്ടാവും എന്ന് പരമഭക്തിയോടെ ജനകൻ ചോദിക്കാണ്. അതിന് അഷ്ടാവക്രൻ ആദ്യമായിട്ട് ബേസിക്കായിട്ടുള്ള കാര്യം പറഞ്ഞു. മുക്തി ഇച്ഛസിച്ചെത്താത്ത, ഈ മുക്തിക്കുള്ള ഇച്ഛ വളരെ അപൂർവമായിട്ട് ഒക്കെ വരുവുള്ളൂ. സത്സംഗത്തിൽ കേൾക്കാനൊക്കെ 1000 കണക്കിന് ആളുകൾ വന്നാലും ഈ മുക്തി ഇച്ഛ എന്ന് പറയുന്നത് ഉള്ളിൽ വരുന്ന ഒരു അഗ്നി പോലെയാണ്. അത് വളരെ അപൂർവമാണ്. ആളുകൾക്ക് ധാരാളമൊക്കെ വരും, കേൾക്കും. എന്താന്ന് വെച്ചാൽ നല്ല കാര്യമല്ലേ, അല്ലെങ്കിൽ എന്താന്ന് നോക്കിക്കളയാം എന്നൊക്കെ പറഞ്ഞ് കേൾക്കും. പക്ഷേ മുമുക്ഷുത്വം വളരെ അപൂർവമാണ്. മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ. ആ മനുഷ്യത്വം, മനുഷ്യനായിക്കഴിഞ്ഞാൽ മനുഷ്യത്വം വന്നു എന്ന് പറയാൻ വയ്യാന്നാണ് ശങ്കരാചാര്യരുടെ അഭിപ്രായം. കാണുമ്പോൾ മനുഷ്യനെ പോലെയൊക്കെ ഉണ്ടാവും. ചില മനുഷ്യര് അവരെ കണ്ട മൃഗങ്ങളൊക്കെ ലജ്ജിച്ചു പോകും. എന്റെ മനുഷ്യന് വേണ്ട ഗുണങ്ങള് ക്ഷമാർജവ ദയാതോഷ സത്യം, ഇതൊക്കെ മനുഷ്യത്വമാണ്. മുമുക്ഷുത്വം വിവേകം കൊണ്ട് വരുന്നതാണ്. ജനിക്കണു, മരിക്കണു, വ്യാധി ഉണ്ടാവണു, വിഷമങ്ങള്, ദുഃഖങ്ങള്, ഇതിന്നൊക്കെ പരിപൂർണമായ സ്വാതന്ത്ര്യം സാധ്യമാണെന്ന് എവിടെയോ ഒരു വിശ്വാസമുണ്ട്, എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. എവിടെയോ കിടക്കണം ഉള്ളിൽ ആ ഒരു ബീജം. അത് പതുക്കെ പതുക്കെ സത്സംഗം കൊണ്ട്, ഭക്തി, ഭഗവൻ നാമം ജപിക്കുക, നിസ്സംഗമായിട്ട് കർമ്മം ചെയ്യുക, ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക, ഇതുകൊണ്ടൊക്കെ ചിത്തം കുറച്ച് 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 ശുദ്ധാവുമ്പോ, ചിത്തം ശുദ്ധമായി എന്ന് പറഞ്ഞാൽ എന്താ തെളിവ്? പൊതുവെ നമ്മൾ കാണുന്ന കാര്യമാണ്. ആളുകൾ പറയും ഈ സത്സംഗം, ഈ ഗീത, ഇതൊന്നും ഒന്നും കേൾക്കുമെന്ന് വേണ്ട, മനസ്സ് ശുദ്ധമായിട്ടിരുന്നാൽ മതിയെന്നു. എല്ലാവരുടെയും വിചാരം അവരുടെ മനസ്സ് ശുദ്ധാണ്. ചിത്തശുദ്ധിയുടെ ലക്ഷണം ഈ വേദാന്തജ്ഞാനം, ആത്മവിദ്യ കേൾക്കുമ്പോൾ മനസ്സിലാവണമെന്നുള്ളതാണ്. അത് ചിലപ്പോൾ വയസ്സായ ആളുകൾക്ക് മനസ്സിലാവില്ല, ചിലപ്പോൾ കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാവും, ചിലപ്പോൾ വളരെ ആചാരമായ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ആൾക്ക് മനസ്സിലാവില്ല. ഒരു ആചാരവുമില്ലാത്ത ഒരു ഫോറിനർക്ക് ചിലപ്പോൾ മനസ്സിലാവും.
എന്റെ ചിത്തശുദ്ധി. പക്ഷെ പുറമേക്ക് കണ്ടാവൊന്നും മനസ്സിലാവില്ല. ഏതോ വിധത്തിൽ ഉള്ളില് ഒരു ചിത്തശുദ്ധി വന്നുപോയത് കൊണ്ടാണ് ഇത് പിടികിട്ടുന്നത്. അപ്പൊ ചിത്തശുദ്ധിയുടെ ലക്ഷണം ആത്മവിദ്യ മനസ്സിലാവുന്നു. എന്താ മനസ്സിലാവുന്നത് എന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് ശരീരം ഞാനല്ല. ഈ ശരീരം മരിച്ചു പോണതാണ്. അതിന് ദുഃഖമുണ്ട്, വിഷമുണ്ട്. ഈ വിദ്യ യൂണിവേഴ്സലാണ്. അതിന് മതമൊന്നുമില്ല. അതിന് ഹിന്ദു മതം ഒന്നുമില്ല. ഇന്ന് എവിടുന്നോ ഒരമ്മ ക്രിസ്തു മതത്തിൽ നിന്ന് ഒരു സിസ്റ്റർ, അവരെവിടുന്നോ ഇതൊക്കെ പ്രഭാഷണം കേട്ടിട്ട് എന്തൊരു ഭക്തിയോടെയാ വന്നിരിക്കണത്. അവർ പറയാ, സ്വാമി ഈ ശരീരം വെറും നശിച്ചു പോണ കൂടാണ്, ഇതിനപ്പുറം ഒരു വസ്തു ഉണ്ട് എന്ന് കേട്ടിട്ട് ആണ് ശരീരത്തിന് വയ്യാതെ എങ്ങനെയൊക്കെയോ പുറപ്പെട്ടു വന്നിരിക്കുക. അവർ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ബൈബിൾ സംബന്ധമായിട്ട് ഈ വേദാന്തത്തിന് പറ്റിയ പോലെ എന്തെങ്കിലും ഉപദേശം സ്വാമിക്കുണ്ടോ? അപ്പൊ ഓർമ്മ വന്നത് ഭഗവാൻ പറഞ്ഞതാണ് ഓർമ്മ. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ചുമ്മാ ഇത് എന്ന് പറയണില്ലേ തമിഴിലാണ്. ബി സ്റ്റിൽ, അത്രയേ ഉള്ളൂ. ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. നീ അറിയൊന്നും വേണ്ട, അറിവ് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്, പ്രകാശിക്കേണ്ടത്. ഈ ആത്മവിദ്യ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ. അത് ആർക്ക് മുക്തി വേണമോ അവർക്ക് ഇത് കൂടാതെ വേറെ വഴിയൊന്നുമില്ല. നാന്യപന്ഥാവിദ്യത്തെ അയനായ. അത് ഞങ്ങളുടെ മതത്തിൽ ഇത് പറ്റില്ല എന്നൊന്നും പറഞ്ഞാൽ കഴിയില്ല. അപ്പൊ ഞങ്ങൾ പറയും, നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയും ജനിച്ച് മരിച്ച് ഇതിന് പറ്റിയ അനുകൂലമായ ഒരു സന്ദർഭത്തിൽ വന്ന് ജനിച്ചിട്ട് വരണം. സുഖം ഭോഗമൊക്കെ വേണമെങ്കിൽ നിങ്ങളെവിടെ അമേരിക്കയിലോ എവിടെയെങ്കിലും പോയി ജനിച്ചോളാം. നിസർഗദത്ത മഹാരാജ് ഒരു വലിയ വേദാന്തജ്ഞാനി. ബോംബെയിലെ ഏതോ ഒരു സ്ലമ്മില് ബീഡി ധരിച്ചുകൊണ്ടിരുന്ന ആളാ. സ്വാനുഭൂതി സമ്പന്നൻ. ഏത് കുപ്പയിൽ പോയി കിടന്നാലും ആളുകൾ കണ്ടുപിടിക്കും. അയാൾ എന്ത് വേഷം കെട്ടി മറിഞ്ഞിരുന്നാലും ജനങ്ങൾ മണത്തറിയും. മറച്ചു വെക്കാനേ പറ്റില്ല. അനുഭൂതിയുള്ള ആള് എവിടെ പോയി ഒളിച്ചാലും എങ്ങനെയെങ്കിലുമൊക്കെ മണത്ത് കണ്ടുപിടിച്ചു കിട്ടും. അവസാന കാലം ചെറിയ മുറി, അതിനകത്ത് ഒരുപാട് ആളുകൾ കേൾക്കാൻ വരും. അപ്പൊ വെസ്റ്റേണേഴ്സ് ഒരുപാട് വരും. വൈകുന്നേരം ആവുമ്പോൾ കയ്യിൽ ചപ്പളാക്കട്ടയും കഴുത്തിൽ മാലയൊക്കെ ഇട്ടിട്ട് മഹാരാഷ്ട്ര സന്തുക്കളുടെ രീതിയിൽ ജ്ഞാനേശ്വരിയൊക്കെ നിന്നുകൊണ്ട് പറയും. രാവിലെ ഈ വെസ്റ്റേണേഴ്സ് വരും. അതുകൊണ്ട് ആരെങ്കിലും ട്രാൻസ്ലേഷൻ ചെയ്യാൻ ആളുണ്ടാവും, വിവർത്തനം ചെയ്യാനായിട്ട്. അപ്പോൾ അദ്ദേഹം വളരെ അവരെ വാഴ്ത്തി പറയും. കാരണം ഏതോ സ്ഥലത്ത് ജനിച്ച് ഇതൊന്നും കേൾക്കാനേ ഭാഗ്യമില്ലാതെ എത്രയോ മെനക്കെട്ട് ഇവിടെ വന്ന് ഇത് കേൾക്കാൻ വന്നിരിക്കണമല്ലോ. അവരൊരുപാട് സ്തുതിച്ച് പറഞ്ഞപ്പോൾ ഒരു വെസ്റ്റേണർ പറഞ്ഞു, മഹാരാജ്, ഞങ്ങളല്ലേ ഈ ഇന്ത്യൻസിനെക്കാളും ഭാരതത്തിലുള്ളവരെക്കാളും വാസ്തവത്തിൽ മുമുക്ഷത്വമുള്ളവര്. ഒരു ഭാരതീയനെ പോലും ഇതിനൊന്നും കാണാനില്ല, ഒക്കെ ഞങ്ങളാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് ശരിയാണ്. പക്ഷെ എന്താ കാര്യം അറിയോ? നിങ്ങളൊക്കെ ഭാരതീയരാണ്. നിങ്ങൾക്ക് കുറെ ഭോഗം അനുഭവിക്കാനുള്ള വാസന ഉണ്ടായിരുന്നു, അവിടെ പോയി ജനിച്ചു എന്ന് പറഞ്ഞു. ആദ്യം അവർ പറഞ്ഞു, അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? ഞാൻ പറയട്ടെ, നിങ്ങളുടെയൊക്കെ യഥാർത്ഥ ഐഡന്റിറ്റി എന്താണെന്ന് പറയട്ടെ. തമാശയ്ക്ക് പറഞ്ഞതാണ്. രാമായണം കഴിഞ്ഞപ്പോ പട്ടാഭിഷേകം കഴിഞ്ഞപ്പോ ഒരു ശബ്ദമില്ല അയോധ്യയിൽ. ഒക്കെ നിശബ്ദം. അല്ലെങ്കിൽ അതുവരെയ്ക്ക് കീച്ചു കൂച്ച് കുരങ്ങന്മാരുടെ ബഹളമായിരുന്നു അത്ര. പട്ടാഭിഷേകം കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദമില്ല, ഒക്കെ നിശ്ചലം. അപ്പൊ രാമൻ ഹനുമാനെ വിളിച്ച് ചോദിച്ചു, ആഞ്ജനേയ, എന്താ ഒക്കെ നിശബ്ദമായിട്ടിരിക്കും? അത് ഭഗവാനെ, ഈ വാനരന്മാരൊക്കെ സീതയെ തിരിച്ചു കൊണ്ടുവന്ന് അയോധ്യയിൽ അങ്ങക്ക് പട്ടാഭിഷേകം ചെയ്യുന്നവരെ ഭക്ഷണം കഴിക്കില്ല, സുഖഭക്ഷണം കഴിക്കില്ല, സ്ത്രീഭോഗം ചെയ്യില്ല, ലക്ഷറിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇരിക്കുകയാണ് അവര്. ഇന്നിപ്പോ ഉറക്കം പോലും അവർ ശരിക്കും ഉറങ്ങിയിട്ടില്ല. ഇന്നിപ്പോ അങ്ങേക്ക് പട്ടാഭിഷേകം കഴിഞ്ഞതോടുകൂടെ വ്രതമൊക്കെ അങ്ങോട്ട് അവസാനിപ്പിച്ച് സുഖമായിട്ട് ഉറങ്ങാമെന്നു. അപ്പൊ രാമനൊരു കരുണ വന്നു അത്രേ.
എനിക്ക് വേണ്ടി അവരിങ്ങനെയൊക്കെ ത്യാഗം ചെയ്തുവല്ലോ എന്ന് പറഞ്ഞ് ഇവരൊക്കെ പോയിട്ടെല്ലാം പാശ്ചാത്യ ദേശത്തിൽ പോയി ജനിച്ച് എല്ലാ സുഖവും എനിക്ക് വേണ്ടി എന്തൊക്കെ ഉപേക്ഷിച്ചോ അതൊക്കെ 10 മടങ്ങ് അനുഭവിക്കട്ടെ എന്നിട്ട് അനുഗ്രഹിച്ചു അത്രേ. ഈ അനുഗ്രഹം കേട്ടപ്പോ ആ കുരങ്ങന്മാരൊക്കെ കൂടെ പറഞ്ഞു, അയ്യോ സ്വാമി, ഞങ്ങൾ അവിടെ പോയി ജനിച്ച് ഈ സുഖമൊക്കെ അനുഭവിക്കാൻ തുടങ്ങി അങ്ങേ മറന്നുപോവല്ലോ. അത് സാറില്ല, ആരെങ്കിലും സ്വാമിയാർ വരും, എന്നിട്ട് പറഞ്ഞു ഓർമ്മിപ്പിക്കും, അപ്പൊ തിരിച്ചിങ്ങോട്ട് നീന്തിക്കൊള്ളാം. അങ്ങനെ വന്നതാ നിങ്ങളൊക്കെ എന്ന്. അപ്പോ തമാശ ഒരു രസത്തിന് പറഞ്ഞതാണെങ്കിലും ഇതിൽ ഒരുപാട് വാസ്തവമുണ്ട്. ഈ സത്യം അറിയാനുള്ള അനുകൂല സാഹചര്യത്തിനെ ജീവൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. എവിടെ ചെന്ന് ജനിച്ചാലാണ് ഈ വിദ്യ കിട്ടുക, എവിടേക്ക് പോയാലാണ് ഈ വിദ്യ കിട്ടുക? എന്തുകൊണ്ട് ഈ ജീവന് കഥം മുക്തിർഭവിഷ്യതി, ഈ ഒരു ചോദ്യം ഉള്ളിൽ ഉണ്ടാവണം. നമ്മുടെ നാട്ടുകാര് പാശ്ചാത്യ ദേശത്തേക്ക് പോണതിനും അവിടുന്ന് ഇവിടേക്ക് വരുന്ന ആളുകൾക്കും എന്താ വലിയൊരു വ്യത്യാസം? അവര് ദൈവം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്, നമ്മൾ പണം എന്ന് പറഞ്ഞിട്ടാ പോണത്. അതാണ് വ്യത്യാസം. അവർക്ക് കിട്ടണോ കിട്ടില്ലയോ അതൊക്കെ കാര്യം വരെ. കഥം മുക്തിർഭവിഷ്യതി എന്നുള്ളൊരു ചോദ്യം ഉള്ളില്. എങ്ങനെ ആ ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവും, ജ്ഞാനം ഉണ്ടാവും, സ്വാതന്ത്ര്യം ഉണ്ടാവും? ജീവിതത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള ഒരു കൊതി ഉള്ളിൽ വരികയാണ്, മുമുക്ഷുത്വം. അതിനും മേലെ അവധൂതഗീത എന്ന് പറഞ്ഞു ഒന്നുണ്ട്, ദത്താത്രേയ മഹർഷി ഉപദേശിച്ചതാണ്. അതിൽ അവധൂതഗീതയിൽ ദത്താത്രേയൻ ഒരു ശ്ലോകം പറഞ്ഞു, വളരെ പ്രസിദ്ധമാണ്. ഈശ്വര അനുഗ്രഹാദേവ, ഈശ്വര അനുഗ്രഹത്തിന്റെ ലക്ഷണം എന്താ എന്നുവെച്ചാൽ, ഈശ്വര അനുഗ്രഹാദേവ പുംസാം അദ്വൈത വാസന മഹദ്ഭയപരിത്രാണാത് വിപ്രാണാം ഉപജായത്തെ. ഈശ്വര അനുഗ്രഹം ഉണ്ടാവുമ്പോ ഒരു ജീവന്റെ ഉള്ളില് മുമുക്ഷുത്വം ഉണ്ടാവുന്നു മാത്രമല്ല അദ്വൈത വാസന ഉണ്ടാവുന്നതാണ്. എന്നുവെച്ചാൽ അദ്വൈതം എന്ന് കേൾക്കുമ്പോൾ രണ്ടില്ലാത്ത ആ സ്ഥിതിയിൽ ഒരു വാഞ്ച, അതെന്താണെന്ന് അറിയണമെന്നില്ല, ഒരു പ്രതിപത്തി, ഒരു ഫാസിനേഷൻ. ആ പ്രതിപത്തി വന്നു കഴിഞ്ഞാൽ മഹത് ഭയ പരിത്രാണം, വലിയ ഭയം ഇവന്റെ ഉള്ളിൽ നിന്നും നിവൃത്തിയാവാണ്. ഭയം എവിടുന്ന് വരുന്നു? ദ്വൈതത്തിൽ നിന്നാണല്ലോ. ദ്വിതീയാദ്വൈ ഭയം ഭവതി, ഭീതിർനാമ ദ്വിതീയാത് ഭവതി. രണ്ടെന്നൊന്ന് തോന്നുന്നത് നിന്നാണ് ഭയം വരുന്നത്. ആ രണ്ടില്ലാതാക്കാനുള്ള ആശ, അദ്വൈതമായ ജ്ഞാനസ്ഥിതി, അതെങ്ങനെ നേടും? ഈ മുമുക്ഷുത്വമുള്ളിൽ വരും. അപ്പൊ എന്ത്, ഇതിന് എന്തൊക്കെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കണമോ ആ വിഷയങ്ങളെയൊക്കെ വിഷവത് ത്യജ എന്ന് പറഞ്ഞു. അഷ്ടാവക്രൻ പറഞ്ഞു, ഹേ ജനക, ഈ സത്യം നിശ്ചയിക്കുന്ന വരയ്ക്കും ഈ വിഷയങ്ങളെ അങ്ങോട്ട് വിഷം പോലെ അങ്ങോട്ട് തള്ളിക്കളയുക. ക്ഷമാർജവ ദയാ തോഷ സത്യം പീയൂഷവത് ഭജ. ഇതാണ് നമ്മൾ കണ്ടത്. അതായത് ദൈവീ സമ്പത്ത് എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നത് സത്സംഗം കൊണ്ട് വരേണ്ട കാര്യം. നമ്മൾക്ക് സഹിക്കാനുള്ള ശക്തി നമ്മളുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഒരുപാട് വിഷമം വരുമ്പോൾ ആരുടെത്തെങ്കിലും പോകുമ്പോൾ സഹിച്ചോളുക എന്ന് പറയും. നമ്മുടെ ഭഗവാൻ എടുത്ത് ഒരാൾ ചെന്ന് തന്റെ വിഷമങ്ങൾ പറഞ്ഞപ്പോ മഹർഷി പറഞ്ഞു, എൻഡൂറൻസ്, എൻഡൂറൻസ്, എൻഡൂറൻസ്. പേഷ്യന്റ്, ബി പേഷ്യന്റ്, ബി മോർ പേഷ്യന്റ്. സഹിച്ചോളാണ് എൻഡ്യൂറൻസ്, സഹിച്ചോളാണ്. സഹനം സർവദുഃഖാനാം. കുറെ സഹിച്ചു കഴിയുമ്പോൾ, തണുപ്പ് കുറെ സഹിച്ച് ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അറിയോ, അക്ലമറ്റൈസ്ഡ് ആവും. തീയുടെ ഉള്ളിൽ പോലും ഇന്ന് നിങ്ങൾക്ക് സയൻസ് ഒരു പക്ഷേ അത് കണ്ടിട്ടില്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു സമയത്ത് കാണും, തീയുടെ ഉള്ളിലും ജീവനുണ്ട്. അതിനകത്ത് വസിക്കുന്ന പ്രാണികളുണ്ട്. ജലത്തിൽ മാത്രമല്ല, വായുവിലുണ്ട്, തീയിലുണ്ട്.
അത് സിസ്റ്റം അസിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ദുഃഖമായിട്ട് തോന്നില്ല, അത് നമ്മുടെ ശരീരമായിട്ട് മാറും. വിഷം പോലും ഉള്ളില് അസിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദോഷം ചെയ്യില്ല. പ്രകൃതിയുടെ ഭാഗമായി കഴിഞ്ഞാൽ ദോഷം ചെയ്യില്ല. സാധനങ്ങളൊക്കെ തന്നെ നമ്മളില് പ്രകൃതിലീനമാകുന്നവരയ്ക്കും നമ്മളിൽ നിന്ന് വിട്ടുനിൽക്കും. ഒരു ജപം ചെയ്യണു, ചെയ്തുകൊണ്ടേയിരിക്കണം. മറന്നുപോയാൽ വിട്ടുപോയി, ചെയ്യാൻ ചിലപ്പോൾ വിട്ടുപോയാൽ പോയി. കുറെ കഴിയുമ്പോൾ ആ മന്ത്രം അങ്ങോട്ട് ഉള്ളിൽ പ്രകൃതി ലീനമായിട്ട് തീരും. സ്വഭാവത്തിൽ ഉള്ളിൽ അങ്ങോട്ട് ലീനമായി കഴിഞ്ഞാൽ ഇയാൾ ജപിക്കൊന്നും വേണ്ട, പിന്നെ അത് ഇയാളുടെ പേഴ്സണാലിറ്റിയുടെ പാർട്ടാണത്. അല്ലേ? അതുപോലെ സത്യം, ദയ, ക്ഷമ, ആർജവം, തോഷം, ഇതൊക്കെ ഉള്ളില് ഈ മുണ്ടിന് നൂല് പോലെ ഇയാളുടെ ചിത്തത്തിന്റെ ഭാഗമായി പ്രകൃതിലീനമായിട്ട് തീർന്നു കഴിയുമ്പോൾ ദൈവീ സമ്പത്തായി. അതൊക്കെയാണ് സമ്പത്ത് എന്നാണ് പറയുന്നത് ഭഗവാൻ ഗീതയിൽ. നമ്മൾ ഈ ബാങ്കിലിട്ട് വെക്കുന്നതാണ് സമ്പത്ത് എന്ന് വിചാരിച്ചുകൊണ്ട്, സമ്പത്തിതാണ്. പതുക്കെ 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 ഈ സമ്പത്ത് ശേഖരിച്ചു കൊള്ളുക എന്നാണ്. ഭക്തി ശേഖരിച്ചു കൊള്ളുക, വൈരാഗ്യം ശേഖരിച്ചു കൊള്ളുക, വിവേകം ശേഖരിച്ചു കൊള്ളുക, ദുഃഖം തരുന്ന വസ്തുക്കളെ ഉപേക്ഷിക്കാനുള്ള ബലം ശേഖരിച്ചുകൊള്ളുക, സത്യനിഷ്ഠ ശേഖരിച്ചുകൊള്ളുക, ഭഗവത് ധ്യാനം ശേഖരിച്ചുകൊള്ളുക, തപസ് ശേഖരിച്ചുകൊള്ളുക. ഈ സമ്പത്തൊക്കെ ആദ്യം ധാരാളം ശേഖരിച്ച് ഒരു നല്ല ഒരു അധിഷ്ഠാനം അങ്ങോട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ ഇപ്പൊ ശ്രവണത്തിന് തയ്യാറായി. ഇപ്പൊ ഗുരുവിന്റെ അടുത്ത് ശ്രവണം ചെയ്യാൻ പോകുമ്പോൾ ഗുരു പറയുന്നു, ഈ സാധനം ഉണ്ടല്ലോ, ഈ ശരീരം നീ അല്ലാപ്പാ. ആദ്യത്തെ ഉപദേശം അതാണ്. ഈ ദേഹം നീയല്ല. ഇത് ഗുരുപദേശമാണ്. ശിഷ്യന്റെ വിചാരമോ, ഈ ദേഹം ഞാനല്ല. ഭഗവാൻ പറയണത് ഈ ദേഹത്തിൽ എവിടെയാ ഞാൻ എന്നുള്ള അനുഭവം വരണത് എന്ന് നോക്കൂ. ദേഹത്തിൽ നിന്നും വ്യതിരിക്തമായി വേർപിരിഞ്ഞ് ഞാൻ 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 എന്നുള്ള അനുഭവം സ്വതന്ത്രമായി അകമയ്ക്ക് എല്ലാവർക്കും തുടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് പഞ്ചഭൂതാത്മകമല്ലാത്ത, that which is not made of matter, there is only one thing. ബാക്കിയൊക്കെ മാറ്ററാണ്. ശരീരം മാറ്ററാണ്, മനസ്സ് മാറ്ററാണ്, ബുദ്ധി മാറ്ററാണ്, അതൊക്കെ പ്രകൃതിയാണ്. പ്രകൃതി സമ്പർക്കമില്ലാത്ത ഒന്നുണ്ട്. ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യത്തെ ജഗത്. ജീവനെ പോലെ തോന്നുന്നതും ജഗത്തിന് മുഴുവൻ അധിഷ്ഠാനമായിട്ടുള്ളതുമായ ഒരു അനുഭവം നമ്മളില് എക്സിസ്റ്റൻസ്, ഇരുപ്പ്, ഞാനുണ്ട് എന്നുള്ള രീതിയിലുണ്ട്. അതിനെ ചിദ്രൂപം എന്ന്, അചിത്തിനെ ഗ്രഹിച്ചുകൊള്ളും. മുക്തിമിച്ഛസി ചേത്താത് വിഷയാൻ വിഷവത്യജ് ചിദ്രൂപം വിദ്ധി മുക്തയെ. ഇത് രണ്ടും കൂടെ ചേർത്ത് ഒന്ന് വ്യതിരേക സാധനം, ഡിസ്ട്രാക്ഷൻസ് മുഴുവൻ ഉപേക്ഷിച്ച് ഏകാന്തമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് മനസ്സ് വെളിയിൽ പോകാൻ അനുവദിക്കാതെ അന്തർമുഖമായിട്ട് ഈ ഞാൻ എന്ന് പറയണത് എന്താണ്, ഞാൻ എന്ന ഈ അനുഭവത്തിന്റെ സ്വരൂപം എന്താണ്. വിചാരങ്ങളും ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇതൊക്കെ ആർക്ക് വരണം? മനസ്സ് ഉള്ളിലിങ്ങനെ വികല്പം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. വികല്പം എന്ന് പറഞ്ഞാൽ വിചാരം എന്ന് തന്നെ അർത്ഥം. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിഷ്ടപ്പെട്ടില്ല, എന്നെക്കുറിച്ച് അയാൾ ഇങ്ങനെ പറഞ്ഞു, എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ആയല്ലോ, എന്റെ ഭാവി എന്താവും, ഇങ്ങനെയൊക്കെ പല വിചാരങ്ങൾ വരണം. ഈ വിചാരമൊക്കെ ആർക്ക് വരണു? ഇതിനൊക്കെ പുറകിൽ നോക്കിയാൽ ഒരു ഞാനുണ്ട്. ഈ ഞാൻ എന്താണ് എന്ന് ശ്രദ്ധിക്കുമ്പോൾ അത് ഹൃദയത്തിൽ മറഞ്ഞു പോകും. അവിടെ ഒരു ഇരുപ്പ്, ചിത്ത്, ഒരു ജ്യോതി. അതിന് ദേഹസംബന്ധമില്ല. അതാണ് ചിത്ത്. ആ ചിത്തിനെ സപ്തമി ഉപയോഗിച്ച ചിതി, ചിത്തിൽ എന്നുവെച്ചാൽ ചിതി. വിശ്രമിക്കണമെങ്കിൽ അവിടെ പോയി വിശ്രമിക്കൂ എന്നാണ് അഷ്ടാവക്രൻ പറയണത്. യതി ദേഹം പൃഥക്കൃത്യ, ഈ ദേഹത്തിൽ നിന്ന് നിന്നെ വേർപിരിച്ചിട്ട്
ചിതി വിശ്രാമ്യ തിഷ്ഠസി. അതിൽ പോയിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കും. നമ്മൾ മലയാളത്തിൽ സ്വസ്ഥമായിട്ട് ഇരിക്കും എന്ന് പറഞ്ഞാൽ അതാ അർത്ഥം. സ്വത്തിൽ ഇരിക്കുന്നത് സ്വസ്ഥം, അല്ലെങ്കിലോ പ്രകൃതിസ്ഥം. നമ്മുടെ മറ്റു സമയങ്ങളൊക്കെ പ്രകൃതിസ്ഥന്മാരാണ്. സ്വത്തിലിരിക്കുകയാണ്, തന്നിൽ താനായിട്ട്. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായണം. അതിലമർന്ന് അതുമാത്രമായിടേണം. അതില് അമർന്ന് എന്ന് വെച്ചാൽ അതിലിരുന്ന് അതുമാത്രമായിടേണം. അതും ഇതുമായിട്ട് മനസ്സിങ്ങനെ വികല്പങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് പിരിച്ച് ചിദ്രൂപം വിദ്ധിമുക്തയെ ചിതി വിശ്രാമ്യ തിഷ്ഠസി. അവിടെ പോയി നോക്കുമ്പോ ബന്ധമുക്തോ ഭവിഷ്യസി. ഡയറക്റ്റ് പാത്താണ്. അഷ്ടാവക്രൻ പറഞ്ഞത് ഇപ്പോ ഇവിടെ നീ കാണും, നീ മുക്തനാണ്, നീ സ്വതന്ത്രനാണ്. ആരും തന്നെ ബന്ധിച്ചിരിക്കുന്നു, നീ പൂർണ്ണനാണ്. ഒരമ്മ തന്റെ കുട്ടികളെയൊക്കെ തൊട്ടിലിട്ട് ആട്ടുമ്പോ പാടി പാടി വളർത്തിയത്തെ കുട്ടി തനിക്ക് ബന്ധമില്ല, തനിക്ക് ശരീരസമ്പർക്കമില്ല, തനിക്ക് മനസ്സില്ല, നീ പൂർണ്ണനാണ്, നിനക്ക് ജനനമില്ല, മരണമില്ല, ശുദ്ധോസി ബുദ്ധോസി നിരഞ്ജനോസി പ്രപഞ്ചമായ പരിവർജിതോസി കിം നാമരോദിഷി. എന്തിനാ കരയണത്? നീ ശുദ്ധനാണ്, ബുദ്ധനാണ്, നിർമ്മലനാണ് എന്ന് പറഞ്ഞ് കുട്ടികളെ വളർത്തി. ആ കുട്ടികളൊക്കെ മദാലസ എന്നു പേര് അമ്മയ്ക്ക്. ജനിച്ചു വളർന്ന കുട്ടികളൊക്കെ ജ്ഞാനികളായിട്ട് വളർന്നു. ഓരോ കുട്ടികളെയും തൊട്ടിലിട്ട് ആട്ടുമ്പോ ഈ അമ്മ പാടും അത്ര ശുദ്ധോസി ബുദ്ധോസി നിരഞ്ജനോസി പ്രപഞ്ചമായാ പരിവർജിതോസി. അമ്മയാണ് ആദ്യത്തെ ഗുരു. വിവേകാനന്ദ സ്വാമികൾ വളരെ ഇഷ്ടപ്പെട്ട് പറയുന്ന ഒരു കഥയാത്. മാതൃകാ മാതാവ് എന്നാണ്. ഒരു ഐഡിയൽ മദർ. ഒരമ്മ എങ്ങനെ ഉണ്ടാവണം? കുട്ടികളെ വളർത്തുമ്പോ വേണ്ടാത്തരം പറഞ്ഞ് വളർത്തരുത്. നീ ആത്മാവാണ്, നീ പൂർണ്ണ വസ്തുവാണ്, ശുദ്ധനാണ്, ബുദ്ധനാണ്. ആ പ്രേമത്തോടെ പ്രിയത്തോടെ അമ്മ കൊടുക്കണ പാലോടുകൂടെ ഈ ജ്ഞാനം അങ്ങോട്ട് പോണമെന്നാണ്. ശങ്കരാചാര്യർ പറഞ്ഞു, അമ്മയുടെ പാല് കുടിച്ച് ജ്ഞാനികളായിട്ട് തീർന്നു ചിലരൊക്കെ എന്ന് പറഞ്ഞു. തപസ്തന്യം മന്യേ ധരണിധര കന്യേ ഹൃദയതഃ പയഃ പാരാവാരം പരിവഹതി സാരസ്വത ഇവ. സാരസ്വതം എന്ന് വെച്ചാൽ ജ്ഞാനം. കുട്ടികൾക്ക് ചിലപ്പോൾ പഠിപ്പ് വന്നിട്ടില്ലെങ്കിൽ സാരസ്വതം കൊടുക്കും. സാരസ്വത ഇവ ദയാവത്യാ ദത്തം ദ്രവിഡ ശിശു ആസ്വാദ്യ തവയത് കവീനാം പ്രൗഢാനാം അജനി കമനീയ കവൈ കവിതാം. ആ പാല് കുടിച്ച് ഋഷികളായിട്ട് തീർന്നു എന്നൊക്കെ ചിലർ പറയുന്ന ശങ്കരാചാര്യർ തന്നെ കുറിച്ച് ഓട്ടോബയോഗ്രഫിക്കലായിട്ട് പാടിയതാണിത് എന്നാണ്. എന്നുവെച്ചാൽ ആ ജഗദീശ്വരിയുടെ പാല് കുടിച്ച് മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ എന്നാണ് ശ്രുതി പറയുന്നത്. ആദ്യത്തെ ഗുരു അമ്മയാണ്. അപ്പൊ അമ്മ എന്താ കൊടുക്കുന്നത്? അനുഭൂതി ഉണ്ടെങ്കിൽ ആ അനുഭവം അമ്മയുടെ പാല് കൂടെ കുട്ടിയിലേക്ക് വരും. വായു കൊണ്ട് പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട, വെർബൽ ടീച്ചിങ് ആവശ്യമില്ല, ഡയറക്ട്ലി ഇറ്റ് ഗോസ്. അമ്മയുടെ അനുഭൂതി എന്ന് പറയുന്നത് കുട്ടിയുടെ ശരീരമായിട്ട് മാറും. അപ്പൊ ഈ അമ്മ മദാലസ കുട്ടികളെ പറഞ്ഞു വളർത്തിയത്രേ. നീ ശുദ്ധനാണ്, നീ നിരഞ്ജനാണ്, നിനക്കൊരു ദോഷമില്ല, നീ പൂർണ്ണ വസ്തുവാണ്. അവര് ജനിച്ച കുട്ടികളൊക്കെ ജീവൻ മുക്തന്മാരായിട്ട് തീർന്നു എന്ന് പറഞ്ഞ് വിവേകാനന്ദ സ്വാമികൾ ആ മദാലസയെക്കുറിച്ച് പറയും. അപ്പോ ഇത് പറയാനാണ് ഒരു ഗുരു. നീ ന പൃഥ്വീ ന ജലം ന അഗ്നി ന വായു ദ്യൗഹു വാ ന ഭവാൻ യേഷാം സാക്ഷിണമാത്മാനം ചിദ്രൂപം വിദ്ധിമുക്തയേ. ആദ്യം പറയണത് സാക്ഷിയാണ്. നീ എല്ലാത്തിനും സാക്ഷി, എല്ലാത്തിനെയും കണ്ടുകൊണ്ട് കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ. എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷി.
விண்ணாதிய விளக்கும் கண்ணாதிய பொறிக்கும் கண்ணாமன கண்ணுக்கும் கண்ணாமன விண்ணுக்கும் விண்ணாய் ஒரு பொருள் வேறு எண்ணாது இருந்தபடி உள்நாடு உளத்து ஒளிரும் അണ്ണാമലയേന ആത്മാ കാണുമേ. എല്ലാത്തിനും സാക്ഷി, സർവസാക്ഷിയായിട്ട് എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജ്യോതിയാണ് നീ. ഇതിങ്ങനെ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞു. എന്നെ നോക്കണു നിങ്ങള്. ഈ നോക്കണ കണ്ണ്, ആ കണ്ണിന്റെ ഉള്ളിൽ കൂടെ ആരാ നോക്കണതെന്ന് ഇപ്പൊ ശ്രദ്ധിച്ചാൽ ആത്മവിചാരമായി. ഞാൻ എന്തു പറയണമെന്ന് നിങ്ങൾ കേൾക്കണു. ആ കേൾക്കണതിന് പകരം കണ്ണടച്ച ആരാ കേൾക്കണതെന്ന് ശ്രദ്ധിച്ച ആത്മവിചാരമായി. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഉള്ളിൽ ചിന്തകളൊക്കെ വരണു. ഈ ചിന്തകൾ ആർക്ക് വരണു എന്ന് ശ്രദ്ധിച്ച സെന്ററിൽ പോയി സെന്റേർഡ് ആയാൽ ജ്ഞാനമായി. ഈ ക്ഷണനേരത്തേക്ക് ഈ ദേഹം ഞാനല്ല എന്ന് പറഞ്ഞ് സാക്ഷിയായിട്ടിരിക്കുന്ന ഇരുപ്പ്, ചിത്ത്, അതിൽ ഇരുന്നാൽ ജ്ഞാനമായി. ഏഷാം സാക്ഷിണമാത്മാനം ചിദ്രൂപം വിദ്ധി മുക്തയേ. അധുനൈവ സുഖീ ശാന്തു. അതറിഞ്ഞു കഴിഞ്ഞാൽ നീ ഇപ്പൊ തന്നെ സുഖം, ശാന്തി, ബന്ധമുക്തനായിട്ട് തീരും. നിനക്ക് ജനനമോ മരണമോ ഒന്നുമില്ല എന്നറിയും. നമ്മൾ മനനം ചെയ്ത് വരുമ്പോ ഒരു സ്റ്റേജില് നമുക്ക് ഭഗവാൻ ഈ മരണഭയം വന്നുവല്ലോ. മരണഭയം വന്നു, ഞാൻ മരിച്ചു പോകാൻ പോണു, ശരീരം മരിച്ചു, ഈ ശരീരം മരിച്ചു പോയാലും ഞാൻ ശരീരമല്ല എന്ന് അറിഞ്ഞ പോലെ നമ്മൾക്ക് എല്ലാവർക്കും ആത്മവിചാരം ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ഘട്ടത്തില് നമ്മളുടെ ഉള്ളിൽ ഈ ഭീതിയൊക്കെ പൊന്തി വരും. നമ്മളിതൊക്കെ കണ്ടില്ല എന്നടിക്കുകയാണ്. നമ്മളെ വിഷമിപ്പിക്കുന്ന സകല കാര്യങ്ങളും ഉള്ളിലുണ്ട്. അതിനെയൊക്കെ എടുത്ത് അതൊക്കെ ദൂരെ കളയണം. ഈ അജ്ഞാനത്തിന് മുഴുവൻ എടുത്ത് ദൂരെ കളയാണ്. അങ്ങനെ മാറ്റിവെച്ചാൽ ഉള്ള വസ്തു നിത്യമുക്തമാണ്. അത് മുക്തി എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വരൂപമാണ്. നേടിയെടുക്കേണ്ടതല്ല. അത് സ്വരൂപമായതുകൊണ്ട് തന്നെ അത് കൂടുകയോ കുറയോ. ഒരിക്കൽ ഗുരു ഉപദേശ ശ്രവണം കൊണ്ട് നമ്മളുടെ ശ്രദ്ധ അതിൽ പോയാൽ പിന്നെ അത് പോവുകയില്ല. അത് ഈ സാധന കൊണ്ട് നേടിയെടുക്കുന്ന അവസ്ഥകളൊന്നുമല്ല. അപ്പൊ അത് തുടർന്ന് ഗുരു പിന്നെയും പറയാം, നമ്മളുടെ അധ്യാസം എന്ന് പറഞ്ഞ എന്തിനോടൊക്കെയോ താതാത്മ്യം പ്രാപിച്ചിരിക്കണ്ടല്ലോ അല്ലേ. ചിലർക്ക് കുറെ കാലം സ്കൂൾ ടീച്ചറായി കഴിഞ്ഞാൽ പിന്നെ റിട്ടയർ ആയാലും ആരെങ്കിലും പഠിപ്പിക്കാതിരുന്നാൽ പറ്റില്ല. ഷാജഹാൻ ചക്രവർത്തി, മൂപ്പരല്ലേ ഈ താജ്മഹാൾ കെട്ടിയത് അല്ലെ? മൂപ്പരുടെ മകനാണല്ലോ ഔറംഗസീബ്. ഒക്കെ നല്ല പുത്രന്മാരാ. കുറച്ചു കഴിഞ്ഞാൽ അച്ഛനെ പിടിച്ച് ജയിലിലിടും. എന്താന്ന് വെച്ചാൽ അച്ഛൻ മരിക്കണേല് എത്ര കാലം താനിങ്ങനെ ഇരിക്കും. അപ്പൊ അച്ഛനെ പിടിച്ച് ജയിലിലിട്ടു. അപ്പൊ അച്ഛൻ ജയിലിലിരുന്നിട്ട് മകനോട് പറയാവും, 4 ആളെ പഠിപ്പിക്കാനും, എന്നുവെച്ചാൽ ജയിലിരുന്ന് റൂൾ ചെയ്യാൻ 4 ആൾ വേണമെന്നാണ്. നമ്മൾക്കിത് സ്വഭാവം പ്രകൃതിയായിട്ട് തീരാണ്. അതുപോലെ നമ്മൾക്ക് സൗകര്യത്തിന് വേണ്ടി അഥവാ ശാസ്ത്രപ്രതിപാദ്യമായ അധ്യാസം 2 വിധത്തിലാണ്. ഒന്ന് ലൗകികമായ അധ്യാസം, ഒന്ന് വൈദികമായ അധ്യാസം. ലൗകികമായ അധ്യാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ അച്ഛനാണ്, ഞാൻ മകനാണ്, ഞാൻ ഭർത്താവാണ്, ഞാൻ ഭാര്യയാണ്, ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്. ഇതൊക്കെ വ്യവഹാരത്തിന് ഇല്ലാതെ കഴിയില്ല. ഇതൊക്കെ ലൗകിക അധ്യാസം. വൈദികമായ അധ്യാസമാണ് ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഞാൻ ക്ഷത്രിയനാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെ വർണ്ണ ആശ്രമ ധർമ്മങ്ങളോടുള്ള അധ്യാസം, ഇതിനോടുള്ള ഐഡന്റിറ്റി വളരെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അത് നമ്മളെ സ്വാധീനിക്കുന്നതാണ്. അതിനെയൊക്കെ നിഷേധിക്കുകയാണ്. നിഷേധിക്കുക എന്ന് വെച്ചാൽ സാമൂഹികമായിട്ട് ഇല്ലാതാക്കാനുള്ള ഒരു പുറപ്പാടല്ല അത്. നല്ലവണ്ണം അറിയണം. സാമൂഹികമായിട്ട് എന്തെങ്കിലും ഒന്ന് ഇല്ലാതിരിക്കില്ല.
ഉള്ളില് സത്യത്തിനെ അറിയാൻ പ്രതിബന്ധമായിട്ട് നിൽക്കുന്നതിനൊക്കെ മാറ്റാണ്. അപ്പൊ ഗുരു പറയാണ്, നത്വം വിപ്രാതികോ വർണ്ണ, നീ ബ്രാഹ്മണൻ മുതലായി വർണ്ണങ്ങളൊന്നും നീ അല്ലപ്പാ. ന ആശ്രമി, ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ മുതലായ ആശ്രമങ്ങളൊന്നും നിനക്കില്ല. അതൊക്കെ ശരീരത്തിന്റെ ധർമ്മങ്ങളാണ്. അസംഗോസി നിരാകാര വിശ്വസാക്ഷി സുഖീഭവ. ഓരോ ശ്ലോകവും ഇവിടെ അവസാനിപ്പിക്കുന്നത് ഈ 2 ശ്ലോകം സുഖീഭവൻ, സുഖമായിട്ട്. സുഖം നിന്റെ സ്വരൂപമാണ്. നത്വം വിപ്രാതികോ വർണ്ണ, നീ ബ്രാഹ്മണൻ മുതലായ വർണ്ണ. വളരെ സൂക്ഷിക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ ഐഡന്റിറ്റിയെ സാമൂഹികമായിട്ട് എടുത്തു കളയാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഒരിക്കലും സാധ്യമല്ല. ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ വേറെ ഒരു ഐഡന്റിറ്റി സമൂഹത്തിലുണ്ടാവും. നമ്മളിപ്പോ ബ്രാഹ്മണൻ, ക്ഷത്രിയ എന്നുള്ളതൊക്കെ എടുത്ത് മാറ്റിയാലും വേറെ എന്തെങ്കിലുമൊക്കെ പറയും. ഇന്ത്യൻ ആണെന്ന് പറയും, ഹിന്ദു ആണെന്ന് പറയും, ഒക്കെ ഒരേപോലെ തന്നെ ഇല്ല. വിശ്വമാനവനായിട്ട് തീരണം. അപ്പം കുഴപ്പമാണ്. ഇനിയിപ്പോ ചന്ദ്രനിൽ കുറച്ചു പേര് താമസിച്ചാൽ അവരോട് ശണ്ടയാവും. സമൂഹത്തില് ഒരു മാറ്റം വരുത്താനോ സമൂഹത്തിനെ മാറ്റിമറിക്കാൻ ഞങ്ങളില്ല. സമൂഹം എന്ന് പറയുന്നത് വെറും ഒരു സിനിമയാണ്. അത് കാണപ്പെടുന്ന ഒരു കാര്യമാണ്. ഇവിടെ മുക്തിമാർഗമാണ്. ഇതിനെ കൊണ്ടുപോയി സാമൂഹികമാക്കി തീർത്ത കുഴപ്പമേ വരുള്ളൂ. ഒരു കൺഫ്യൂഷന് പകരം വേറൊരു കൺഫ്യൂഷൻ. അതുകൊണ്ട് സമൂഹത്തിന്റെ കാര്യമല്ല അവിടെ പറയുന്നത്. ഒരു വ്യക്തിക്ക് സ്വതന്ത്രമാവാം. ആരോടും നമ്മൾ ഉപദേശിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് വേണോ നിങ്ങൾക്ക് സ്വതന്ത്രമാവാം. ഒരാൾക്ക് വേണോ അയാൾക്ക് സ്വതന്ത്രമാവാം. സത്യം അറിഞ്ഞു കഴിഞ്ഞ ആള്, ശങ്കരാചാര്യർ ചെന്നൊരു കുട്ടിയോട് ചോദിച്ചു. കർണാടകത്തിൽ ആ കുട്ടിയെ കൊണ്ടുവന്ന് അച്ഛൻ പറഞ്ഞു, ഇയാള് ഒരു വികാരവും ഇല്ല, ഇയാള് മിണ്ടണമില്ല, ഒന്നും പഠിപ്പിച്ചാ പഠിക്കണമില്ല, നിങ്ങൾ എത്രയോ വൈദ്യന്മാരോട് കൊണ്ടുപോയി, എന്താ കുഴപ്പമൊന്നും മനസ്സിലാവണില്ല. ശങ്കരൻ ആ കുട്ടിയെ കണ്ടപ്പോ തന്നെ മനസ്സിലാക്കി, ഇത് ഈ ചാരത്തില് മൂടിക്കിടക്കുന്ന അഗ്നി പോലെയാണ്. ആരാ നീ? എന്താ നിന്റെ സ്വരൂപം? കസ്ത്വം ശിശോ കസ്യ കുതോസി ഗന്ത കിം നാമതേ, നിന്റെ പേരെന്താ? കുത ആഗതോസി, എവിടുന്ന് വരുന്നു? ഇത്രയും നേരം മിണ്ടാതിരുന്ന ആ കുട്ടി ശങ്കരനെ നോക്കിയിട്ട് പറഞ്ഞു, നാഹം മനുഷ്യ, ഞാൻ മനുഷ്യനൊന്നുമല്ല. നച ദേവയക്ഷവും, ഞാൻ ദേവനോ യക്ഷനോ അല്ല. നാഹം മനുഷ്യോ നച ദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാഹ, ഞാൻ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ. ന ബ്രഹ്മചാരി, ഞാൻ ബ്രഹ്മചാരിയൊന്നുമല്ല. ന ഗൃഹി, ഞാൻ ഗൃഹസ്ഥനുമല്ല. ന വനസ്ഥ, വാനപ്രസ്ഥനുമല്ല. ന ഭിക്ഷു, സന്യാസിയുമല്ല. നാഹം മനുഷ്യോ നച ദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാഹ ന ബ്രഹ്മചാരി ന ഗൃഹി വനസ്തു ഭിക്ഷുർന ചാഹം. പിന്നെ ആരാ? നിജബോധരൂപ, ഞാൻ നിജബോധരൂപനാണ്, ആത്മാവാണ്. സമസ്തേഷു വസ്തുഷു അനുസ്യൂതമേകം സമസ്താനി വസ്തൂനി യം ന സ്പൃശന്തി വിയദ്വത് സദാശുദ്ധമച്ഛസ്വരൂപ സ നിത്യോപലബ്ധി സ്വരൂപോഹം ആത്മാ. സമസ്ത വസ്തുക്കളിലും അനുസ്യൂതമായി വ്യാപിച്ചിരിക്കുകയും ഒരു വസ്തുവിനോട് സമ്പർക്കമില്ലാതെ ആകാശം പോലെ സർവവ്യാപിയായിട്ട് പൂർണ്ണമായി നിർമ്മലമായിട്ടിരിക്കുന്ന ചിദ്വസ്തുവായ ആത്മാവാണ് ഞാൻ. ഇങ്ങനെ 12 ശ്ലോകങ്ങൾ ചൊല്ലിയെന്നാണ്. കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെ, എന്ന് വെച്ചാൽ കയ്യിൽ അടക്കി വെച്ചിരിക്കുന്ന ഒരു വസ്തു പോലെ ആത്മവിദ്യയെ സ്വായത്തമാക്കിയിട്ട് ഗംഭീരമായി അത് പുറമേക്ക് പറഞ്ഞപ്പോ ആചാര്യസ്വാമി ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇവൻ ഹസ്താമലകനാണ്. ഇനിമേലാൽ ഇന്നു മുതൽക്ക് ഇവനെ ഹസ്താമലകൻ എന്ന് വിളിക്കുകയാണ്. ഇവൻ പൂർണ്ണമായി ആത്മജ്ഞാനം നേടിയിരിക്കുന്നു, ആത്മാനുഭവ സമ്പന്നനാണ്. അപ്പൊ തത്വം അറിഞ്ഞവന് ഒന്നിനോടും അധ്യാസമില്ല. അല്ലെ, ഇപ്പൊ നമ്മൾ സുഷുപ്തിയിലിരിക്കുമ്പോൾ നമ്മൾ എന്താ? മാതാ മാതാ ഭവതി, പിതാ പിതാ ഭവതി, ഭ്രൂണഃ ഭ്രൂണഃ ഭവതി, സ്തേനഃ അസ്തേനോ ഭവതി എന്നൊക്കെ ഉപനിഷത്ത് പറയണം. സുഷുപ്തിയില്
ആരാ ഉള്ളത്? അവിടെ മനുഷ്യനുണ്ടോ? അവിടെ പ്രപഞ്ചമുണ്ടോ? അവിടെ ഞാൻ, നീ, അവൻ എന്നുള്ള എന്തെങ്കിലും ചലനമുണ്ടോ? എന്തോ ഒന്നുണ്ട് അല്ലേ? ചിത്തശുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാവും. ഇന്നിപ്പോ അവര് കന്യാസ്ത്രീ അവര് വന്നിരുന്നപ്പോ സിസ്റ്റർ അവരോട് ചോദിച്ചു ഞാനിത്, സുഷുപ്തിയിൽ എന്തുണ്ട്? അവർക്ക് സമ്പ്രദായം പരിചയമേ ഇല്ലാത്തവരാണ്. അവരോട് ചോദിച്ചു സുഷുപ്തിയിൽ എന്തുണ്ട്? അവര് പറഞ്ഞു ദൈവമേ ഉള്ളൂ. സത്യമാ? അത് ദൈവമേ ഉള്ളൂ എന്നറിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞു. നമ്മൾ പറയാം അവിടെ ഒന്നുമില്ല, അവിടെ ശൂന്യം ഒക്കെ പറയും അല്ലേ? ഒന്നുമില്ലാത്ത സ്ഥലത്ത് എന്ത് അവശേഷിക്കുന്നു? അത് ബാക്കിയുള്ളതൊക്കെ ഉള്ളപ്പോൾ പുറകെ ഉണ്ട്, പക്ഷെ നമ്മൾ കാണുന്നില്ല. ബാക്കിയൊക്കെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ അതവിടെ ഉണ്ട്. ആ വസ്തു, ആ സത്ത്, അതാണ് നിങ്ങളുടെ സ്വരൂപം. അതാണ് നീ. തത്വമസി. അതില് ജാഗ്രത്തില് വിചാരം കൊണ്ട് അവിടെ ചെന്നിരിക്കുന്നതിന് സമാധി എന്ന് പേര്. അറിയാതെ അവിടെ ഇരിക്കുന്നതിന് ഉറക്കം എന്ന് പേര്. നമ്മൾ അറിയാതെ ഈശ്വരൻ നമ്മളെ പിടിച്ചിരുത്തിയാൽ ഉറക്കം, അറിഞ്ഞുകൊണ്ടിരുന്നാൽ സമാധി. അറിവോടുകൂടെ ബോധപൂർവം ജിതസർഗനായിട്ടിരിക്കാം. ഭഗവാൻ ഗീതയിൽ പറയുന്ന വാക്കാണ് ഇഹൈവ തൈർ ജിതസർഗ ഏഷാം സാമ്യേ സ്ഥിതം മനഃ. ആ സമത്തിൽ ഇരുന്നു. ചിത്തവൃത്തികളൊന്നും വരണില്ല, വിചാരങ്ങളൊന്നും വരണില്ല, നിശ്ചലം. വിശ്വം മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജ്യോതി മാത്രമേ അവിടെ ഉള്ളൂ. അതാണ് നിന്റെ സ്വരൂപം. നത്വം വിപ്രാതികോ വർണ്ണഃ നാശ്രമീ ന അക്ഷഗോചര. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒന്ന് നീയല്ലപ്പ. നോക്കൂ, നമ്മളുടെ അനുഭവത്തിന് ഇത്തിരി യുക്തി വിചാരം ചെയ്ത് ചകഞ്ഞു നോക്കിയ സാക്ഷാത്കാരം വരും. പലപ്പോഴും ഞാൻ പറയണ ചില ഞൊടുക്കു വിദ്യകളാണ് അതൊക്കെ. നിങ്ങളെ ഞാൻ കാണണമെങ്കിൽ നിങ്ങളുടെ രൂപമാണ്. നിങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കണമെങ്കിൽ നിങ്ങളുടെ രൂപമാണ്. അല്ലേ? വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ ആ മനസ്സിലാവൽ സമാധി അനുഭവമാണ്. നിങ്ങൾക്ക് എന്നെ ചിന്തിക്കണമെങ്കിൽ എൻ്റെ ഈ രൂപം വേണം. അല്ലേ? എൻ്റെ ഈ രൂപമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ചിന്തിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ നിങ്ങളെ എങ്ങനെ ചിന്തിക്കും? നിങ്ങൾക്ക് നിങ്ങളുടെ അസ്തിത്വം ഏത് രൂപത്തിലുള്ളതാ? നിങ്ങളുടെ രൂപം നിങ്ങൾക്ക് ചിന്തയിൽ വരുമോ? മെനക്കെട്ട് ചിന്തിച്ച് നോക്കൂ, എന്നാൽ പോലും വരില്ല. നമ്മൾ വെറുതെ ദേഹാഭിമാനം എന്ന് പറയണമെന്നല്ല, ദേഹാഭിമാനം നമുക്ക് ഉണ്ടാക്കാൻ പോലും പറ്റില്ല. കാരണം ദേഹം മുഴുവനുമായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. നമ്മളുടെ മുതുക് തന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ വയറ്റിന്റെ ഉള്ളിലുള്ള സാധനങ്ങളൊന്നും കണ്ടിട്ടേ ഇല്ല. അപ്പൊ ദേഹാഭിമാനം എവിടുന്ന് വന്നു? നമ്മൾക്ക് നമ്മളുടെ അനുഭവം എന്താ? ഒരു ഇരുപ്പ് മാത്രമാണ്, ഒരു നിലനിൽപ്പ് മാത്രമാണ്, ഒരു സ്പാർക്ക് എക്സിസ്റ്റൻസ്. എന്തോന്ന് ഞാനുണ്ടപ്പാ. ആ ഇരുപ്പ് സുഷുപ്തിയിലുണ്ടോ ഇല്ലയോ? സുഷുപ്തിയുടെ ആ ഒരു ബിന്ദുവാണ് ജാഗ്രതത്തിൽ നിങ്ങൾ. ആ ബിന്ദു സുഷുപ്തിയിലുണ്ടോ ഇല്ലയോ? നിശ്ചയമായിട്ടുണ്ട്. ആ ബിന്ദുവാണ് ആത്മാ. അത് തന്നെ ബ്രഹ്മം, അത് തന്നെ ഈശ്വരൻ, അത് തന്നെ ജഗത്തിന് അധിഷ്ഠാനമായിട്ടുള്ള ശിവം. ഇതറിയുമ്പോ സുഖീഭവ, സുഖം ഉണ്ടാവും, ശാന്തി, ആനന്ദം ഉണ്ടാവും.
ആനന്ദ പരമാനന്ദ ബോധോഹം പ്രകൃതേ പരഃ. പ്രൗഢ പ്രൗഢ നിജാനുഭൂതി ഗളിതദ്വൈതേന്ദ്രജാലോ ഗുരു. ഗൂഢം ഗൂഢമഗൗഗദുഷ്ടകുധിയാം സ്പഷ്ടം സുധീശാലിനാം സ്വാന്തേ സമ്യഗിഹാനുഭൂതമപി സച്ഛിഷ്യാവബോധായ തത്സത്യം സംസ്മൃതവാൻ സമസ്തജഗതാം നൈജം നിജാലോകനാത് സത്താചിത് സുഖരൂപമസ്തി സതതം നാഹം നചത്വം മൃഷ നേദം വാവി ജഗത് പ്രദൃഷ്ടമഖിലം നാസ്തീതി ജാനീഹി ഭോ യത് പ്രോക്തം കരുണാവശാത്വയി മയാ തത്സത്യമേതത് സ്ഫുടം ശ്രദ്ധത്സ്വാനഘ ശുദ്ധബുദ്ധിരസിസേത് മാത്രാസ്തു തേ സംശയഃ. ശങ്കരാചാര്യർ പറഞ്ഞു, കുട്ടി, നീ ശുദ്ധബുദ്ധിയുള്ളവനാണെങ്കിൽ ഇത് ശ്രദ്ധിക്കൂ, ഇതിൽ അല്പം പോലും തനിക്ക് സംശയം വരാതിരിക്കട്ടെ. തനിക്ക് പരമശ്രേയസ് വരണമെന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയണത്. ഈ ശരീരത്തിനോടുള്ള ഐഡന്റിറ്റി ഒന്നും നിന്റെ അല്ല. ധ്യാന സമയത്ത് ഇതിനെയൊക്കെ നിഷേധിക്കുകയാണ്. വ്യവഹാരത്തിൽ ഇതൊക്കെ വേണമെന്താണോ? വ്യവഹാരത്തിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവും അല്ലേ? വ്യവഹാരത്തില് നമ്മളുടെ ഐഡന്റിറ്റി എടുത്തു കളഞ്ഞാൽ ഭ്രാന്താസ്പത്രി കൂട്ടിക്കൊണ്ടുപോകേണ്ടി വരും. ഒരു ഡോക്ടർ പറയും, ഞാൻ ഡോക്ടർ ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ വ്യവഹാരത്തിൽ ഐഡന്റിറ്റി ഉണ്ട്. അതാണ് വ്യവഹാരവും പരമാർത്ഥവും ചേർന്നു പോകാത്ത സ്ഥിതിക്ക് വരുമ്പോ അവ്യവഹാര്യത്തിലേക്ക് പോണത്. ജഡഭരതൻ പറഞ്ഞു, സൂരയോഹി വ്യവഹാരമേനം തത്വാവമർശേന സഹാമനന്തി. ജ്ഞാനികൾ ഈ വ്യവഹാരത്തിനെ തത്വജ്ഞാനവുമായിട്ട് കൂട്ടിക്കുഴക്കില്ല. ഈ വ്യവഹാരം വ്യവഹാരത്തിനുള്ളതാണ്. പക്ഷെ ധ്യാനത്തിനിരിക്കുമ്പോൾ ആത്മവിചാരം ചെയ്യുമ്പോൾ എല്ലാ വ്യവഹാരത്തിനെയും നിഷേധിക്കുകയാണ്. അവസാനമായിട്ട് വ്യവഹാരം നിഷേധിക്കണം ഞാൻ എന്ന് പറഞ്ഞ ഈ അഭിമാനത്തിന് തന്നെ അങ്ങോട്ട് നിഷേധിക്കാം. അതും അങ്ങോട്ട് നിഷേധിച്ചു കഴിയുമ്പോൾ അസംഗോസി നിരാകാര, ഒരു രൂപവുമില്ലാതെ, ഒരു ചിത്തവൃത്തികളുടെ സ്പർശവുമില്ലാതെ, ഒന്നിനോടും പറ്റുമാനമില്ലാതെ, ഒന്നിന്റെ കളങ്കം കൊണ്ടും കളങ്കപ്പെടാതെ എല്ലാം വിശ്വത്തിന് മുഴുവൻ സകല അനുഭവത്തിനും സാക്ഷിയായിട്ട് ഒരു ചിത്തുള്ളിലുണ്ട്. അത് ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ സന്യാസിയോ മലയാളിയോ തമിഴനോ കർണാടകക്കാരനോ മഹാരാഷ്ട്രക്കാരനോ അമേരിക്കനോ ഒന്നുമല്ല. അതാണ് നമ്മളുടെ അസ്തിത്വം. അതുകൊണ്ട് ഈ വേദാന്തജ്ഞാനം പറയുമ്പോൾ നമ്മൾ കാണുന്നു ലോകം മുഴുവൻ ഒന്നാണ്, എല്ലാവർക്കും ഇത് വേണം. കാരണം ബാക്കിയൊക്കെ സർഫസിലാണ് വ്യത്യാസം. ഇത്തിരി ഉള്ളിൽ പോയ കോപം, കാമം മുതലായ വികാരങ്ങൾക്ക് വല്ല കമ്മ്യൂണിറ്റി ഉണ്ടോ? നോക്കൂ, അമേരിക്കക്കാരന്റെ കോപം, നമ്മുടെ കോപം അതിൽ തന്നെ പോയി ഇല്ലേ? അതിനും ചുവട്ടിലേക്ക് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ആ ഇരുപ്പില് എല്ലാവർക്കും വിശ്വത്തിന് മുഴുവൻ ഒന്നാണ്. വിശ്വം ഏകാത്മകം പശ്യൻ പ്രകൃത്യാ പുരുഷേണ ച. അന്യത്തിനെ പതുക്കെ എടുത്തു കളയാണ്. ഇതാണ് സാധന. പതുക്കെ അന്യം എന്ന് പറയുന്നത് തോട്ടാണ്. അതർ ഇസ് തോട്ട്. ഒരു കൊടിലിട്ടിട്ട് ഇങ്ങനെ ഉള്ളിലുള്ള എന്തെങ്കിലും കരട് എടുക്കണ പോലെ ഇങ്ങനെ എടുക്കുകയാണ്. അന്യത്തിന് എടുക്കണം. അന്യം വേണമെങ്കിൽ ചിത്തവൃത്തി വേണം. ഞാൻ മാത്രം ഇരിക്കാൻ ചിത്തവൃത്തിയെ വേണ്ട, സ്പോണ്ടേനിറ്റിയാണ്. അവനവന്റെ ഇരിപ്പിന് ചിത്തവൃത്തി ആവശ്യമില്ല. വേറൊരു വസ്തുവുമായിട്ട് ഡീലിംഗ് വേണോ? ചിത്തവൃത്തി. അഹങ്കാരം ഉണ്ടാവും. നീ അവൻ വന്ന അഹങ്കാരം ഉണ്ടാവും. ഞാൻ മാത്രമാണെങ്കിൽ ഇരിപ്പ് മാത്രം. ഞാൻ തനിയെ നിൽക്കുകയില്ല, നീ അവനോട് കൂടെ നിൽക്കും. ഞാൻ ഉദിക്കാത്ത നിലയിൽ നീയും അവനും ഒന്നും വരില്ല. ഒരു സത്ത മാത്രമേ ഉള്ളൂ. അസംഗോഹം 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 പുനഃ പുനഃ സച്ചിദാനന്ദരൂപോഹം അഹമേവാഹം അവ്യയ. ഇതൊരു ഒരു മന്ത്രം പോലെയാണ്. വ്യവഹാരത്തിൽ വിഷമങ്ങളൊക്കെ വരുമ്പോൾ, മനസ്സിൽ വിചാരങ്ങളൊക്കെ വരുമ്പോൾ പറയാം, ഞാൻ മനസ്സൊന്നുമല്ല, മനസ്സുമായിട്ട് എനിക്കൊരു സംബന്ധവുമില്ല. ഒരു സ്വാമി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനോട് ഒരാൾ പറഞ്ഞു, ഇങ്ങനെ എന്റെ മനസ്സിൽ ഒരുപാട് വിചാരങ്ങൾ വരണു, ഞാൻ എന്ത് ചെയ്യും? വന്നോട്ടെ, നായുടെ മനസ്സിൽ വിചാരം വരണം, നീ വിഷമിക്കുണ്ടോ?
പിന്നെ ഈ ശരീരത്തിൽ വിചാരം വന്നാൽ മാത്രം എന്തിനാ വിഷമിക്കണം? ഒരു നായ്ക്ക് എന്തൊക്കെയോ വിചാരം വരണം, അത് നീക്കറിയണില്ലല്ലോ. നിന്റെ ശരീരത്തിനുള്ളിലൊരു വിചാരം വന്നാൽ മാത്രമേ മിണ്ടാതെ അത് ഉപേക്ഷിക്കാം. അസംഗോഭവ, ഉപേക്ഷ. വരും പോകും, എന്തൊക്കെയോ വിചാരം വരും പോകും. വിചാരം ഇപ്പൊ വരാത്ത ആളുകൾ ആരാ ഉള്ളത് അല്ലേ? വ്യാസൻ ഭാഗവതത്തിൽ നോക്കിയാൽ ഗംഭീരമായ വേദാന്ത കാര്യങ്ങൾ പറഞ്ഞു. ഈ പാപം എന്തൊക്കെ ചെയ്താൽ എന്തൊക്കെ ശിക്ഷ കിട്ടും എന്ന് എഴുതിയിട്ടുണ്ട് പഞ്ചമസ്കന്ധത്തിലും മറ്റുമൊക്കെ. ആ പാപങ്ങളൊക്കെ അത് വായിക്കുമ്പോഴാണ് നമ്മൾ ചിലർക്ക് ഇങ്ങനത്തെ പാപമൊക്കെ ഉണ്ടെന്ന് അറിയണത്. ഈ ഗാന്ധിജി താൻ ചെയ്ത് തന്റെ കുഴപ്പങ്ങളൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ചില ആളുകളൊക്കെ ഗാന്ധിജിക്ക് ലെറ്റർ എഴുതിയത്ര, നിങ്ങൾ എഴുതിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്തതെന്ന്. അതുവരെയ്ക്കും ചെയ്തിരുന്നില്ല എന്ന് എഴുതിയത്തെ. അപ്പോ പലതുമൊക്കെ ഈ അറിവ് ഉള്ളിൽ പോകുമ്പോഴാണ്. അപ്പൊ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റണ വ്യാസന്റെ മനസ്സ് എങ്ങനെയുണ്ടായിരുന്നുണ്ടാവും എന്ന് ആലോചിച്ചു. അപ്പൊ ഈ വിചാരങ്ങളൊക്കെ വ്യാസന്റെ ഉള്ളിൽ പോകണമെങ്കിൽ വ്യാസന് ഇതൊന്നും അറിയാതെ പറ്റില്ലല്ലോ അല്ലേ? അപ്പോ പ്രകൃതിയുടെ ഉള്ളിൽ കിടക്കുമ്പോ എല്ലാ അറിവും അവിടെ ഉണ്ട്. ജ്ഞാനം കൊണ്ടാണ് പരിശുദ്ധി, അല്ലാതെ ഇതൊന്നും ഇല്ലാതാക്കലല്ല. ജ്ഞാനം കൊണ്ടാണ് പരിശുദ്ധി. എല്ലാം ഒന്നാണ്, ഒരു പൂർണ്ണ വസ്തുവേ ഉള്ളൂ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സമ്പൂർണം ജഗദേവ നന്ദനവനം. ഗാംഗം വാരി സമസ്തവാരി നിവഹാഹ. എല്ലാ ജലമും ശുദ്ധമാണെന്ന്. ഏത് വെള്ളം വേണമെങ്കിൽ എടുത്ത് കുടിക്കാം. അത്രയ്ക്ക് ജ്ഞാനബലം ഉണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല. വെറുതെ തോന്നലാണ്, ഒക്കെ നുണയാ, സയൻസ് ഒക്കെ നുണയാ, പച്ചക്കള്ളമാണ്. ഡ്രെയിനേജ് വെള്ളം എടുത്ത് കുടിച്ചാൽ ഒരു കുഴപ്പമില്ല. പന്നി നോക്കൂ, ചവനപ്രാശം കഴിക്കണ പോലെയാണ് അത് കുടിച്ചിട്ട് ഇങ്ങനെ നല്ല എന്താ, അതിനും ലിവറും കിഡ്നിയും ഒക്കെ ഉണ്ടല്ലേ. എന്തു കഴിച്ചിട്ടും ജീവിക്കാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഓരോരുത്തർ സൈക്കിള് തിന്നിട്ടൊക്കെയാണ് ജീവിച്ചിരിക്കുന്നത്, അറിയോ? ഗിന്നസ് ബുക്കിൽ ഒരാൾ സൈക്കിള് തിന്നു, എങ്ങനെയാ തിന്നെന്ന് ചോദിക്കരുത്, അയാളോട് ചോദിക്കാൻ നിങ്ങൾ കണ്ടുപിടിക്കാം. 15 ദിവസം കൊണ്ട് ഒരു സൈക്കിള് തിന്നു അത്ര. എന്തൊക്കെയാ തിന്നണം? ട്യൂബിലായിട്ട് തിന്നുക. വെറുതെ പറയാണ് ഇത് തിന്നാൽ വേറെ. നമ്മൾക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇത് കഴിക്കാൻ വയ്യ, പച്ചരിച്ചോറ് കഴിക്കാൻ വയ്യ, പച്ചക്കറി കഴിക്കാൻ വയ്യ, ഇത് കഴിക്കാൻ വയ്യ, ഒക്കെ മനസ്സാണ്. വിശ്വമേകാത്മകം പശ്യൻ. ഒരു വസ്തുവേ ഉള്ളൂ. പക്ഷെ ഈ ജ്ഞാനത്തിന് ബലം വരണം. ഇതിപ്പോ ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾ ട്യൂബിലായിട്ടൊന്നും തിന്നുന്ന. ഈ ജ്ഞാനത്തിന് ബലം ഉണ്ടെങ്കിൽ എത്ര കണ്ട് ബലം ഉണ്ടോ അത്ര കണ്ട് നമുക്ക് സ്വാതന്ത്ര്യം വരും, അറിയോ? അതൊരു മാജിക്കാണത്. ഈ ജ്ഞാനത്തിന് അത്ര ബലം ഉണ്ടെങ്കിൽ ഒന്നും ബാധിക്കില്ല. ഈ അസംഗത എന്ന് പറയുന്നത്, ജ്ഞാനം കൊണ്ടുവരുന്ന അസംഗത സ്വീകരിക്കാമെങ്കിൽ ഒന്നും ബാധിക്കില്ല. ഭഗവാനെ എന്തൊക്കെ പറഞ്ഞ് ഉപദ്രവിച്ചിട്ടുണ്ടറിയോ മലയില്? രമണ മഹർഷി അവിടെ ഉള്ളപ്പോ അവിടുത്തെ ചില സ്വാമികൾ ഒരു ദിവസം ഇത്ര ഈ കഞ്ചാവ് ഇത്തിരി ഉള്ളിൽ പോയ ആളുകൾ ആടണം അല്ലേ, ഇത്ര കഞ്ചാവ് ഭഗവാന്റെ വായിലേക്ക് ഇട്ടിട്ട് തള്ളിക്കയറ്റി. ഉണ്ടാതിരുന്നു, ഒരു ചലനം ഉണ്ടായില്ല. ഏകാത്മജ്ഞാനമാണ് അമനീഭാവം. ഒരു വസ്തുവേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മനസ്സില്ല. മനസ്സിന് രണ്ടാമതൊന്ന് വേണം, അപ്പോഴേ മനസ്സ് പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ. സകലതും ഒന്നാണെങ്കിൽ എവിടെ മനസ്സ്? യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവ അഭൂത് വിജാനതഃ തത്ര കോ മോഹഃ ശോകഃ ഏകത്വമനുപശ്യത. ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ളു പോണതൊക്കെ ആത്മാവായാൽ ഒരുവനാം ഉന്നൈ ഒളിത്ത് എവർ വരുവാർ ഉൻ സൂതേ ഇത് അരുണാചല. നീ അല്ലാതെ വേറെ എന്തുണ്ടപ്പാന്നാണ്. സകലതും അവന്റെ സ്വരൂപമാണ്, സകലതും അവനാണ് എന്നുള്ള അറിവ് പൂർണ്ണ നിശ്ചയം വന്നു കഴിയുമ്പോൾ സംസാരമൊക്കെ പോയി. കണ്ണു തുറന്ന് ധ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ണു മൂടിയ ചിത്തമും അത് തന്നെ, കണ്ണു തുറന്നു കഴിഞ്ഞാൽ ജഗത്തും അത് തന്നെ, കാണുന്നവനും അത് തന്നെ, കാണപ്പെടുന്ന വസ്തുവും അത് തന്നെ, കാഴ്ചയും അത് തന്നെ, വ്യവഹാരവും അത് തന്നെ. ആ പൂർണ്ണത്തിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല എന്നറിയുമ്പോൾ സുഖീ ഭവ. കോൺഫ്ലിക്റ്റ് ഒക്കെ പോയി. ഒന്നിനെക്കുറിച്ച് ഒരു അഭിപ്രായം നമുക്കില്ല. കാരണം ഒക്കെ ആ പൂർണ്ണ വസ്തുവിന്റെ ആവിർഭാവമാണ്, ഈശ്വരന്റെ കളിയാണ്. നല്ല ആളായിട്ടും ചീത്ത ആളായിട്ടും ഒക്കെ ഈശ്വരൻ തന്നെ. ചിലര് പറയുന്നു ലോകമൊക്കെ മാറിപ്പോയി, നശിച്ചുപോയി. പക്ഷെ
ഇത് ഭഗവാന്റെ ഒരു കളിയാണ്. ഇത് സംഹാരം എന്ന് പറയുന്നത് ഒരു കരുണയാണ്. ഒരു വയസ്സാവുമ്പോൾ മരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോ ഈശ്വരന്റെ മുമ്പിൽ ഒരു പണിയേ ഉള്ളൂ. എല്ലാവർക്കും ആയുധങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇപ്പോ അനിൽജിയൊക്കെ പോയിട്ട് വന്നിട്ട് പറഞ്ഞു, കാശ്മീരില് ജമ്മുവിൽ പോയി കഴിഞ്ഞാൽ കടയിൽ തോക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അത്ര. വെറുതെ റേഷൻ കാർഡ് കാണിച്ചാൽ മതി, വാങ്ങിക്കാമെന്നാണ്. അത്രയേ ഉള്ളൂ ലൈസൻസ്. ഇതൊക്കെ ഇപ്പൊ എന്തിനാ? അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് കൊല്ലും, മരിക്കും, മുഴുവൻ അവസാനം എന്തെങ്കിലും ബോംബ് വയ്ക്കും, ഒക്കെ പോവും. ഇതൊക്കെ പോണ്ടതാണ്. ഇനിയിപ്പോ ഈശ്വരന് ഇപ്പൊ സമാധാനം വരണമെങ്കിൽ ഇതിപ്പോ ഒന്നിനും കൊള്ളാത്തൊരു സ്ഥിതിയിൽ ആണുമല്ല പെണ്ണുമല്ല ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഒക്കെ പൊട്ടിച്ച് ആദ്യം ഉണ്ടാക്കും. അതിനാണ് ഇപ്പൊ ഓരോ സാധനങ്ങളൊക്കെ തയ്യാറാക്കുക. അത് ഭഗവാൻ ഗീതയിൽ പറയണല്ലേ, സംഹരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതൊരു ആനന്ദമാണ്, അതൊരു കൂത്താണ്. അത് പേടിക്കൊന്നും വേണ്ട. അപ്പൊ രാത്രി നമ്മൾ ഉണ്ടാവുമെന്ന് പാര് കണ്ടു അല്ലേ? ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കണതിനും ആസ്പത്രി കിടന്ന് മരിക്കണതിനും ബോംബ് വീണ് മരിക്കണതിനും ഒന്നും ഒരു വ്യത്യാസവുമില്ല. മരണം എന്ന് പറയുന്നത് ഒരു അമൃതാനുഭവമാണ്. മരണം പ്രകൃതി ശരീരിണാം വികൃതി ജീവിതമുച്യതേ ബുധൈഹി എന്ന്. മരണവും ഒരു അമൃതമാണ്. അപ്പൊ അതിനെന്തിനും പേടിക്കണം? ഇങ്ങനെ ഈ അദ്വൈതജ്ഞാനം കൊണ്ട് സമഗ്രമായിട്ട് എല്ലാത്തിനെയും ആത്മാവായി ദർശനം ചെയ്യുമ്പോൾ ധർമ്മോ സുഖം ദുഃഖം മാനസാനിനതേ വിഭോ ന കർത്താസി ന ഭോക്താസി മുക്തയേവാസി സർവദാ. ധർമ്മവും അധർമ്മവും സുഖവും ദുഃഖവും ഒക്കെ മനസ്സിൽ വരുന്ന ദ്വൈത ബുദ്ധി കൊണ്ട് മനസ്സിൽ തോന്നണതാണപ്പാ. ഇതൊക്കെ മാനസാനി നതേ വിഭോ. നീയാണ് പറയണത്, അയ്യോ ഇങ്ങനെ അധർമ്മം ഇങ്ങനെ ധർമ്മം ഇങ്ങനെ നടന്നു അങ്ങനെ നടന്നു. നീയാണോ ഇപ്പൊ വിശ്വം സൃഷ്ടിച്ച് നടത്തുന്നത്? ഭഗവാൻ ചോദിക്കുന്നത് അതാണ്. നിന്റെ കയ്യിലാണോ ഇപ്പൊ ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്? ചുമതല ഏതോ ഒരു മഹാശക്തി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ലോകം മുഴുവൻ മാറ്റിമറിക്കും, നിനക്ക് നിന്റെ കാര്യമേ നടത്താൻ വയ്യ. ന കർത്താസി ന ഭോക്താസി. നീ കർത്താവുമില്ല, അല്ല നീ ഭോക്താവുമല്ല. നീ ഒന്നും ചെയ്യണില്ലപ്പാ, നീയേ ഇല്ല. മുക്തയേവാസി സർവദാ. ഈ തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ നീ സ്വതന്ത്രനാണ്, പൂർണ്ണ വസ്തുവാണ്. നീ കർത്താവുമല്ല, നീ ഭോക്താവുമല്ല. ധർമ്മവും അധർമ്മവും സുഖവും ദുഃഖവും ഒക്കെ മനസ്സിൽ വരുന്ന വെറും വികല്പങ്ങൾ മാത്രമാണ്. ഈ വികല്പങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെ കർത്തൃത്വ ഭോക്തൃത്വ ദോഷങ്ങളില്ലാതെ സുഖീ ഭവ. മുക്തയേവാസി സർവദാ. നീ മുക്തനാണ്. ജ്ഞാനാമൃതം സമരസം ഗഗനോപമോഹം. ആ ജ്ഞാനാമൃതമാണ് നിന്റെ സ്വരൂപം എന്ന് അറിഞ്ഞുകൊള്ളുക. ധർമ്മവും സുഖം ദുഃഖം മാനസാനി നതേ വിഭോ. ഇതൊക്കെ മനസ്സിന്റെയാണ്, നിനക്കില്ല. ന കർത്താസി, നീ കർത്താവുമല്ല. ന ഭോക്താസി, നീ ഭോക്താവുമല്ല. മുക്തയേവാസി സർവദാ. നീ സർവദാ മുക്തൻ. ഒരിക്കലും നിനക്ക് ബന്ധം ഇല്ല. ബന്ധപ്പെട്ടിരിക്കണമെന്ന് വിചാരിക്കുന്ന ആളാരാ? ഈ ബന്ധത്തിനെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഭിമാനത്തിന്റെ സ്വരൂപം എന്താണ് എന്ന് ആരായുമ്പോ നിത്യമുക്തമായ വസ്തു ഹൃദയത്തിൽ പ്രകാശിക്കും. ഏകോ ദ്രഷ്ടാസി സർവസ്യ മുക്തപ്രായോസി സർവദാ അയമേവ ഹി തേ ബന്ധഃ ദ്രഷ്ടാരം പശ്യസീതരം. ഈ ബന്ധം തോന്നുന്നുണ്ടല്ലോ, എന്താന്ന് വെച്ചാൽ ഈ കാണുന്നവനെ കാണുന്നതിന് പകരം ഞാൻ എന്ന് പറഞ്ഞൊരാളുണ്ട് എന്ന് വിചാരിക്കണം. ഇതാണ് നിനക്ക് ബന്ധം. അയമേവ ഹി തേ ബന്ധ. ഏകോ ദ്രഷ്ടാസി, എല്ലാത്തിനും സാക്ഷിയായിട്ടിരിക്കുന്ന കാണുന്നവനെ വിട്ടുകളയുന്നു. മുക്തപ്രായോസി സർവദാ. മുക്തപ്രായോസി എന്ന് പറഞ്ഞാൽ മുക്തോസി തന്നെയാണ്. നീ യഥാർത്ഥത്തിൽ മുക്തൻ തന്നെയാണ്. അറിയാതിരിക്കുന്നത് കൊണ്ട് മുക്തി അങ്ങനെ ഹിഡനായിട്ടിരിക്കണം, മറഞ്ഞിരിക്കണം. നിന്റെ സ്വരൂപം എന്താണ് നീ ആരാഞ്ഞു നോക്കുമ്പോ അല കടലില് ലയിക്കണ പോലെ ഈ അഭിമാനം ഉള്ളിൽ പോയി ലയിക്കും. ദുഃഖം വിഷമങ്ങളൊക്കെ മനസ്സിലിങ്ങനെ അലകളായിട്ട് വരികയാണ്. ഇപ്പൊ സ്വപ്നത്തില് ദുഃഖം വന്നാലും ജാഗ്രതയിൽ ദുഃഖം വന്നാലും എന്ത് വ്യത്യാസം? വാസ്തവത്തിൽ രണ്ടിലും വേദന ഒരേപോലെ അല്ലേ? സ്വപ്നത്തിലൊരു ആക്സിഡന്റ് സംഭവിച്ചാൽ ആ സമയത്ത് അതെ ഇത് സ്വപ്നമാണെന്ന് തോന്നുന്നില്ലല്ലോ.
ഇതേ വിഷമം, ഇതേ ബേജാറാണ് അവിടെ. ജാഗ്രതത്തിന് അതിനൊരു വ്യത്യാസമില്ല. മാനസാനി എഴുന്നേറ്റ് കഴിയുമ്പോ അത് കള്ളായിരുന്നോ, പോയി. ആത്മാവിലതില്ല. അരുതേ അർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ച ആത്മനി തദ്വിദ്യാത് ആത്മനോ മായാം യഥാഭാസോ യഥാ തമഃ. ആത്മാവ് തന്നെയാണ് ഈശ്വരൻ. ആത്മാഹി സൃജത്തെ സൃജ്യത്തെ, എല്ലാം ആത്മാവ് തന്നെയാണ്. ഈശ്വരൻ ആത്മസ്വരൂപിയാണ്. അഹമാത്മാ ഗുഡാകേശ. സകലതും അതിൽ തന്നെ നടക്കണു. അതിനെ അറിഞ്ഞു കഴിയുമ്പോൾ ഇവിടെ തന്നെ സ്വതന്ത്രമായി. ബന്ധത്തിന് മുഴുവൻ കാരണം അജ്ഞാനാണ്. ആത്മാവിനെ അറിയായ്മയാണ്. ഇത്രയും ടോർച്ചർ ലോകത്തിൽ ആർക്കും നമുക്ക് തരാൻ പറ്റില്ല. നമ്മളുടെ അജ്ഞാനമാണ് ഒരേ വിഷമം. ക്ലേശം മുഴുവൻ അവിടുന്ന്. അജ്ഞാനത്തിന്റെ സ്വരൂപം എന്താ? ദ്രഷ്ടാരം പശ്യസീതരം. സാക്ഷിയെ ശ്രദ്ധിക്കുന്നതിന് പകരം അതിനെ ജീവനാണെന്ന് കരുതുന്നു. ഈ ശരീരാദി ഉപാധി സമ്പർക്കത്തോടുകൂടി ഇരിക്കുന്നവനാണെന്ന് കരുതുന്നു. എന്നിട്ട് ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ്, എല്ലാം ഞാൻ ചെയ്യണു, എനിക്ക് വരുന്നു, എനിക്ക് വിഷമങ്ങൾ, എനിക്ക് ദുഃഖം. വിവേകാനന്ദ സ്വാമികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകമാണ്. അഷ്ടാവക്ര സംഹിതയെന്ന് എടുത്ത് മനോഹരമായി അദ്ദേഹത്തിനെ വിവർത്തനം ചെയ്ത് ചില സ്ഥലത്ത് ഉദ്ധരിക്കുന്നുണ്ട്. മിഡ് ഡേ സ്കോർച്ചിങ് സൺ, നട്ടുച്ചയ്ക്ക് നമ്മളെ പൊള്ളിക്കുന്ന സൂര്യൻ പോലെ, ചുട്ട് വെന്ത് നീറുന്ന പോലെ നമ്മളെ വേവിക്കുന്ന ഒരു അജ്ഞാനം നമ്മളുടെ ഉള്ളിലുണ്ട്. എന്താന്ന് വെച്ചാൽ അഹം കർത്തേതി, അഹം മാന്, ഞാൻ കർത്താവാണ് എന്നുള്ള ഈ അഭിമാനം ഉണ്ടല്ലോ. അത് പാമ്പ് കടിച്ച് വിഷം തലയ്ക്ക് കയറുമല്ലോ, അതുപോലെയാണ്. മഹാകൃഷ്ണാഹി ദംശിത. മഹാകൃഷ്ണാഹി, കൃഷ്ണാഹി എന്ന് വെച്ചാൽ കരിമൂർഖൻ. മഹാകൃഷ്ണാഹി ദംശിത. അതിനെന്താ ആന്റിഡോട്ട്, മരുന്നെന്താ? നാഹം കർത്തേതി വിശ്വാസ അമൃതം പീത്വാ സുഖീഭവ. വീണ്ടും സുഖീഭവ. സുഖം എങ്ങനെ ഉണ്ടാവും? ഞാൻ കർത്താവല്ലപ്പാ, ഞാൻ ഭോക്താവുമല്ല. പറയാം, രാമകൃഷ്ണ പരമഹംസർ ഇടയ്ക്ക് പറയണതാണ്, അമ്മേ ജഗദീശ്വരി എല്ലാം നീ ചെയ്യണു, ഞാൻ കർത്താവോ ഭോക്താവോ അല്ല. ഈ ജീവിതം എന്റെ തലയിലാണെന്ന് വിചാരിച്ചാ വലിയ ബുദ്ധിമുട്ടാണ്. ചുമ തലയിൽ വെച്ച് നിൽക്കണ്ട, ഭഗവാന്റെ അടുത്ത് കൊടുത്തിട്ട് നാഹം കർത്തേതി വിശ്വാസ അമൃതം പീത്വാ സുഖീഭവ. കുട്ടികളെ പോലെ സ്വതന്ത്രമാവും. ഡ്യൂട്ടി അല്ലേ, നീ ഇത് ചെയ്യണം അത് ചെയ്യണം. ചില ആളുകളൊക്കെ ഈസി ആയിട്ട് ഭഗവത്ഗീത പറഞ്ഞോളൂ. ഗീതയിൽ കൃഷ്ണൻ എന്താ പറഞ്ഞിരിക്കണം? അവരവരുടെ ഡ്യൂട്ടി ചെയ്യാന്നാണ്. ഇങ്ങനെയൊരു തോന്നിയാവാസം കൃഷ്ണൻ അറിഞ്ഞു പറഞ്ഞിട്ടില്ല. കൃഷ്ണൻ പറഞ്ഞത്, ഞാൻ ആർക്കും ഒരു കർമ്മവും വിധിച്ചിട്ടില്ല, ആരും കർത്താവുമല്ല ഭോക്താവുമല്ല, അന്തര്യാമിയായ ഈശ്വരനായിട്ട് ഞാൻ ഇരുന്ന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ശരണാഗതി ചെയ്തിട്ട് ഞാൻ എങ്ങനെ നടത്തിപ്പിക്കുന്നു അതുപോലെ നടക്കുക എന്നാണ് ഗീത. യന്ത്രം പോലെ ഉള്ളിലിരുന്ന് ഈ ഓടിക്കുന്ന ആൾ ഇങ്ങോട്ട് തിരിച്ചാ അങ്ങോട്ട് തിരിയാ, അങ്ങോട്ട് തിരിച്ചാ അങ്ങോട്ട് തിരിയാ, ഓടിപ്പിക്കുന്ന ആളെ മനസ്സിലാക്കിയാൽ ഭക്തിയായി. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശയാർത്ഥം. ഒരുപാട് നുണ പ്രചരിക്കും അല്ലേ? ഗീതാ സന്ദേശം എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ അത്? തുടങ്ങി, നീ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോയിട്ടില്ല, ഒന്നുമില്ല. ഒരു ഗീതയിലത്തെ മരുന്നിനും ഒരു ശ്ലോകം പോലും അതിലില്ല അല്ലേ? എളുപ്പത്തിൽ ഗീതാ സന്ദേശം. ആളുകൾ, നമ്മുടെ ആളുകൾ അതൊക്കെ പ്രിന്റ് ചെയ്ത് ഇതിപ്പോ ചിലപ്പോൾ പുറത്തു കൊടുക്കും. ഒരു സാധാരണ ഉപദേശം, തെറ്റൊന്നുമില്ല. പക്ഷെ ആർക്കാ ഈ ബുദ്ധിയിൽ ഇത് തോന്നിയതെന്നാണ്. നാഹം കർത്തേതി വിശ്വാസ അമൃതം പീത്വാ സുഖീഭവ. അന്തര്യാമിയായ ഭഗവാനെ അറിഞ്ഞ് ശരണാഗതി ചെയ്യും, ശാന്തി ഉണ്ടാവും.
ഗീതയുടെ അവസാന വാക്ക് ശാന്തിയാണ്. തമേവ ശരണം ഗച്ഛ. വെളിയിൽ ആരെങ്കിലും ഒരു ദൈവത്തിനോ വ്യക്തികൾക്കോ ശരണാഗതി ചെയ്യരുത്. ഉള്ളിൽ അന്തര്യാമിയായി നിരന്തരം ഒരു ഗൈഡുണ്ട്. ആ ഗൈഡിനെ കണ്ട് അയാളോട് വർത്തമാനം പറയാം, അയാളോടൊരു കോണ്ടാക്ട് ഉണ്ടാവുക. നമ്മൾ ലോകത്തിൽ ആരെടുത്തോ കോണ്ടാക്ട് ഉണ്ടാവുന്നു, ഉള്ളിലുള്ള ആളുടെ അടുത്ത് ഒരു കോണ്ടാക്ട്, ഒരു റിലേഷൻഷിപ്പ് സ്ഥാപിക്കണം. ഉറവുകോൽ നട്ട് ഉണർവ് കയിற்றாൽ ഈർത്ത് ഉരുക വാങ്ങിക്കടയ മുന്നിക്കുമേ എന്ന് അപ്പർ ദേവാരത്തിലൊരു പാട്ട് ഭഗവാൻ എഴുതി കൊടുത്തു. അണ്ണാമലൈ സ്വാമി, അല്ല അത് വേറെ പാട്ട്, അപ്പർ ദേവാരത്തിലൊരു പാട്ടാണത്. ഈശ്വരനോട് എങ്ങനെയാ ഭക്തി ചെയ്യേണ്ടത്? ഉറവുകോൽ നട്ട്, ഈ മത്തിന് കെട്ടാനായിട്ട് ആദ്യം ഒരു കുറ്റി അടിക്കുമല്ലോ, ആ കുറ്റി അടിക്കണ പോലെ ഈശ്വരനോട് ഒരു കണക്ഷൻ, ഒരു സംബന്ധം, ഉറവ് എന്ന് വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ്, അത് ആദ്യം സ്ഥാപിച്ചു. പിന്നെ ഉണർവ് കയർ, ജ്ഞാനമാകുന്ന കയറ് കെട്ടി ഉരുക വാങ്ങിക്കടയ എന്ന് വെച്ചാൽ നമ്മളുടെ സകല ഭാവങ്ങളെയും അതിൽ കൊണ്ടുവന്ന് അത് നല്ലവണ്ണം സ്വായത്തം ചെയ്ത് കടഞ്ഞെടുത്താൽ വെണ്ണ അങ്ങനെ ഉള്ളെന്ന് വേർപിരിഞ്ഞു വരുന്ന പോലെ അനുഭൂതി മുന്നിക്കുമേ. അന്തര്യാമിയുടെ അടുത്ത് ഒരു ഉള്ളിലിരുന്ന് ജന്മജന്മങ്ങളായിട്ട് നമുക്ക് ഉപദേശിക്കണോ, അത് കേൾക്കാനുള്ള ഒരു ചമത്കാരം നമുക്ക് നഷ്ടപ്പെട്ടു. ഒരു നായ്ക്കുള്ള ബുദ്ധി പോലും ഡോക്ടറേറ്റ് എടുത്തിട്ട് നമുക്കില്ല. ഒരു നായ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൂക്കേട് വന്നു കഴിഞ്ഞാൽ അവിടെ പോയി ഏതോ ചെടിയിൽ പോയി എന്തോ തിന്നിട്ട് വന്നു, അത് കഴിഞ്ഞു, അതിന്റെ സൂക്കേട് പോയി. അതിനാരെ പറഞ്ഞു കൊടുത്ത അത് വല്ലത് അത് കഴിഞ്ഞിട്ട് ആ ചെടിയുടെ ബൊട്ടാണിക്കൽ നെയിം എന്താണെന്ന് ചോദിച്ചാൽ പട്ടിക്ക് അറിയോ? നമുക്കിതൊക്കെ അറിയും അല്ലേ? ഡോക്ടർ മരുന്ന് എഴുതി കൊടുക്കണു, മാറ്റി കൊടുക്കണു, ഇത് കഴിക്കൂ അത് കഴിക്കൂ എന്ന് പറഞ്ഞാൽ ഡോക്ടറെ മാറണില്ലല്ലോ, നിങ്ങൾക്ക് മാറിയിട്ട് വേണം അത് ഞാൻ കഴിക്കാന്ന് വന്നിട്ടായിരിക്കണം എന്നുള്ള പറ്റും. നമ്മളുടെ അറിവ് അത്രേ പ്രയോജനമുള്ളൂ. എന്തുകൊണ്ടാണ് അവർക്കൊക്കെ ആ കഴിവ് കിട്ടിയതെന്ന് വെച്ചാൽ അവര് അന്തര്യാമി പറയണത് കേൾക്കാനുള്ള ശക്തി അവർക്കുണ്ട്. നമ്മൾ മനുഷ്യനാവുമ്പോൾ നമ്മൾക്ക് അവിടുന്ന് ഡിസ്കണക്റ്റഡായി ബ്രെയിനിൽ കണക്റ്റഡായി. ഇപ്പൊ ബ്രെയിനിൽ നിന്ന് ഡിസ്കണക്റ്റഡായി കമ്പ്യൂട്ടറിൽ കണക്റ്റഡായി, ബ്രെയിനും പോയി. getting estranged from yourself, going away from yourself. തിരിച്ചിങ്ങടേക്ക് വരികയാണ്. പ്രത്യേകാത്മാനമൈക്ഷതാവൃത്ത ചക്ഷുഹു, കണ്ണുകൾ 5 മുള്ളടക്കി തെരുതെരേ വീണു വണങ്ങി ഓതിടേണം. ഉള്ളിലേക്ക് അടക്കുക എന്നുവെച്ചാൽ ഉള്ളിലുള്ള അന്തര്യാമിയുടെ ശബ്ദം, ആ ഭാഷ, അതൊരു പ്രത്യേക ഭാഷ. ഭഗവാന്റെ അടുത്ത് ഇരുന്നവരൊക്കെ പറയും ഭഗവാന്റെ ഭാഷ മനസ്സിലാക്കണം. കുറച്ചു കാലം ഇരുന്നു കഴിഞ്ഞാൽ ആ എന്താ പറയാ മാനറിസം, അതിന്ന് തന്നെ ചിലതൊക്കെ കിട്ടും. ചിലർക്ക് അറിയാം ഭഗവാൻ ചില കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് വിധത്തിൽ ഭഗവാൻ ആയകൊണ്ട് ചിലപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടെ കുറേ കാലം വസിച്ചു കഴിയുമ്പോൾ ആ അലൗകിക ഭാഷ പിടിച്ചെടുക്കും. ഇപ്പൊ അവിടെ ഭഗവാന്റെ പാർഷദന്മാരിൽ ബാക്കിയുള്ള ഒരാളുണ്ട്, ഇപ്പോ ലക്ഷ്മണ സ്വാമി എന്ന് പറഞ്ഞു. അദ്ദേഹം അവസാന കാലത്ത് ഭഗവാനെ കാണാൻ വന്നവരിൽ ഒരാളാണ്. ഇപ്പൊ അദ്ദേഹത്തിനെ ആർക്കും കാണാനൊന്നും പറ്റില്ല, അദ്ദേഹം ദർശനമൊന്നും കൊടുക്കില്ല, ഏകാന്തത്തിലാണ്. 90 വയസ്സ് കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് അവസാന കാലത്ത് ഭഗവാന്റെ സന്നിധിയിൽ അനുഭൂതി ഉണ്ടായി. ഒരു പേപ്പറിൽ എഴുതി കൊടുത്തു, ഭഗവാന്റെ കൃപ കൊണ്ട് എനിക്ക് ഇന്ന് ആത്മസാക്ഷാത്കാരം ഉണ്ടായി എന്ന് എഴുതി കൊടുത്തു. അതൊരു വെറുതെ തമാശല്ല, വാസ്തവമായി തനിക്കുണ്ടായ അനുഭവത്തിന് എഴുതി കൊടുത്തു. ഭഗവാൻ അത് നോക്കിയിട്ട് ഇവിടെ വെച്ചു. അവർക്കൊക്കെ അറിയാം ഭഗവാന്റെ ആ ഭാഷ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് വെങ്കടരത്നം എന്ന് പറയുന്ന ഭഗവാന്റെ അറ്റൻഡന്റ് അത് എടുത്തുകൊണ്ട് പോയിട്ട് അദ്ദേഹത്തിന് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഭഗവാന്റെ അടുത്ത് ഭഗവാൻ അത് വെങ്കടരത്നം എടുത്ത് കൊടുത്തു, എന്തോ പറഞ്ഞിട്ടുണ്ട്, അത് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഭഗവാന്റെ മുഖത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഹി ഹാസ് അക്സെപ്റ്റഡ്, നിങ്ങൾ എഴുതി കൊടുത്തത്. പക്ഷെ ഇത് തരുമ്പോ പറഞ്ഞു ജാഗ്രതയായി ഇതൊക്കെ ചൊല്ല്. അത്ര പറഞ്ഞു, കിട്ടിക്കഴിഞ്ഞാൽ ജാഗ്രത, ബി അലേർട്ട്.
അന്തര്യാമിയുടെ അടുത്ത് അലൗകികമായ ഒരു ഭാഷ, പരാ പശ്യന്തി മധ്യമ വരിക്കും വരും. വൈകരി വന്നു കഴിഞ്ഞാൽ പോയി. നമ്മൾക്ക് നമ്മളുടെ അടുത്ത് കോൺവേഴ്സ് ചെയ്യാൻ ഉള്ള ഭാഷയാ മധ്യമ തൊട്ട് പശ്യന്തി പരാവാക്ക് വരയ്ക്കും പോകണം. ആത്മവിചാരം എന്ന് പറയുന്നത് ഇതാണ്. ഭാഷയെ പിടിച്ച് ഉള്ളിലേക്ക് തള്ള, ഭാഷയെ എല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി അത് തമിഴും മലയാളവും ഇംഗ്ലീഷും സംസ്കൃതവും ഒന്നും അല്ലാതാക്കി തീർത്ത് മധ്യമ, ഉള്ളിലുള്ള സ്പന്ദനാകാരമായി ഉള്ളിൽ എഴുന്നേൽക്കുന്ന ആശയം, സ്വാപ്നിക മണ്ഡലം, ഭാവമണ്ഡലത്തിനെ വീണ്ടും ആഴത്തില് പശ്യന്തി വാക്കായിട്ട് ക്രമേണ വാക്കുകൾക്കൊക്കെ മൂലമായ സ്വരൂപമായ പരാവാക്കായിട്ട് തിരിച്ചുവിടുന്നവരയ്ക്കും സർവഭാവേന ഭഗവാൻ ഗീതയിൽ സർവഭാവം എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഓരോ ക്ഷണവും ഈശ്വരന്റെ മാനിഫെസ്റ്റേഷനാണ്. സത്യം അറിഞ്ഞ ആളുടെ മനസ്സെന്ന് പറയുന്നത് ഈശ്വരന്റെ ഭാഷയാണ്. ആത്മജ്ഞാനിയുടെ മനസ്സെന്താണെന്ന് വെച്ചാൽ ഈശ്വരന്റെ മൊഴിയാണ്. അവിടെ വരുന്ന ഒരു ചിത്തത്തിനും. അതുകൊണ്ട് ജ്ഞാനികൾ എന്തെങ്കിലും ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതങ്ങനെ എടുക്കും. വായ് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ എടുക്കും. എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ പോയി ചോദിക്കരുത്. ചോദിച്ചാൽ എന്താ പറയണമെന്ന് വെച്ചാൽ അനുസരിക്കാൻ പറ്റണം. എന്താന്ന് വെച്ചാൽ ആ വാക്ക് പരാവാക്കിനോട് സംബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇതാണ് സർവഭാവേന എന്ന് ഭഗവാൻ പറഞ്ഞു. എല്ലാ ഭാവത്തിലും ഓരോ ക്ഷണത്തിലും ഓരോ അനുഭവം, നമ്മളുടെ ഉള്ളില് നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ ക്ഷണവും അന്തര്യാമിയുടെ അടുത്ത് കൊണ്ടുപോണതാണ്. സർവഭാവേന ഭാരത ശരണം ഗച്ഛ. ശരണം ഗച്ഛ എന്ന് വെച്ചാൽ ഭക്തി ചെയ്യൂന്നർത്ഥം. ഓരോ ക്ഷണവും ഓരോ വിഷയങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും ഇതൊക്കെ തന്നെ ചെറിയ സരളമായ ഭക്തിമാർഗത്തിൽ നമ്മൾ ഇഷ്ടദേവത മൂർത്തി ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും അവിടെ പോയി അറിയിക്കും. ഒരു മാർഗമാണ്. ഞങ്ങളുടെയൊക്കെ സമ്പ്രദായം അവിടുന്ന് പുറപ്പെട്ട് ഇങ്ങോട്ട് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഭഗവാന്റെ സന്നിധിയിൽ പോയി പറഞ്ഞിട്ടേ ഇങ്ങോട്ട് പുറപ്പെടുള്ളൂ. എവിടെ പോണു, പാലക്കാട് പോണു, വിജ്ഞാനരമണീയത്ത് പോണു, എറണാകുളത്ത് പോണു, വള്ളിയൂർ പോണു, തിരുവനന്തപുരത്ത് പോണു, തിരിച്ച് വന്ന് ഇവിടുത്തെ ഗീതായജ്ഞം വേറെ റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ വരുള്ളൂ. ഇത് ഭഗവാന്റെ പരമ്പരയില് പലരും ചെയ്തിരുന്നതാണ്. തിരിച്ചു പോയി കഴിഞ്ഞാൽ അതേപോലെ സർവഭാവേന ചെറിയ ചെറിയ കാര്യം ഉണ്ടെങ്കിലും ആ സംബന്ധം വേണം. തത്പ്രസാദാത്, ആ പ്രസാദം കൊണ്ട് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. എന്ത് കിട്ടും? ശാന്തി. ഈ ഉദിച്ചുദിച്ചുദിച്ചു വരുന്ന ഭാവങ്ങളൊക്കെ അസ്തമിച്ച് ശാന്തി ഉണ്ടാവും, നിറവുണ്ടാവും. ഞാനാണ് ചെയ്യണത്, ഞാനാണ് അനുഭവിക്കുന്നത്, ഇതൊക്കെ ആ മൂലത്തിൽ സംഹരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ വിഷത്തിനുള്ള മരുന്നാണ് നാഹം കർത്തേതി വിശ്വാസ അമൃതം പിത്വാ സുഖീഭവ. ഈശ്വരനെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിക്കുക. ഞാൻ കർത്താവല്ല, ഞാൻ ഭോക്താവല്ല. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത്തെ. നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭു അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ ജ്ഞാനേന തു തദജ്ഞാനമേഷാം നാശിതമാത്മനഃ തേഷാം ആദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, അജ്ഞാനം കൊണ്ട് കർത്തൃത്വവും കർമ്മസംബന്ധവും ഒക്കെ ഉണ്ടാവുന്നു. ഈശ്വരൻ കർമ്മത്തിനും ഫലത്തിനും സംബന്ധമൊന്നും കൊടുത്തിട്ടില്ല. ഈശ്വരന്റെ കയ്യിലൊരു യന്ത്രമായിട്ട് ആ ശക്തി നടത്തുന്ന വഴിക്ക് നടക്കുകയാണ്. നാഹം കർത്തേതി വിശ്വാസ അമൃതം. അത് അമൃതമാണ്, അത് കുടിച്ചാൽ സുഖമായിട്ട് തീരും. അമൃതം പീത്വ. ഈ വിഷബാധയ്ക്ക് മരുന്ന് ഞാൻ കർത്താവല്ല, ഭഗവാനാണ്. എല്ലാം ആ ഈശ്വരൻ നടത്തണു, ആ മഹാശക്തി നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു മരുന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക ഉള്ളിൽ. ഇടയ്ക്കിടയ്ക്ക് ഈ സൂക്കേട് തലയ്ക്ക് പിടിക്കുമ്പോൾ ഈ മരുന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് കൊടുക്കണം. ഞാനല്ല.
ഒരു ലൈറ്റ്നെസ് വരും, ഒരു 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 ലൈറ്റ്നെസ് വരും, സരളത. ഞാനാണിപ്പോ എല്ലാം നടത്തേണ്ടതെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു മഹാശക്തി എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് ശരണാഗതി ചെയ്ത് സ്വതന്ത്രമായി ചിന്തയില്ലാതെ ഇരിക്കാം. കൊച്ചുകുട്ടികളെ അച്ഛനും അമ്മയും എവിടെയും കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ എത്ര സ്വതന്ത്രമായിട്ടിരിക്കും അല്ലേ? നിശ്ചലമായിട്ടിരുന്ന യോഗക്ഷേമം വഹാമ്യഹം. അനന്യാശ്ചിന്തയന്തോ മാം ഏ ജനാഃ പര്യുപാസത്തെ. ഭഗവാൻ ഗീതയില് എന്നെ ഉപാസിക്കുന്നവരെങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞു. അനന്യാശ്ചിന്തയന്തോ മാം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ചിന്തയും ഇല്ലാതിരിക്കുന്നവരെന്നർത്ഥം. അന്തര്യാമിയായ മഹാശക്തി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു ചിന്തയുമില്ലാതെ ചിത്തവൃത്തി നിരോധത്തോടെ ഇരിക്കുന്ന ആളുകളുടെ കാര്യത്തില് ഞാൻ നോക്കിക്കൊള്ളാം. ചിത്തം നിശ്ചലമായാൽ നടക്കേണ്ടതൊക്കെ തനിയെ നടക്കും. അറിയേണ്ട അറിവൊക്കെ അപ്പപ്പോ വന്നോളും. വിശ്വാസ അമൃതം പീത്വാ സുഖീ ഭവ. ഇത് ഓർമ്മ വെച്ചോടാ. ഈ ശ്ലോകം വളരെ പ്രധാനം. അഹം കർത്തേതി അഹം മാനമഹാകൃഷ്ണാഹിതംശിത. സാധനയിലാണെങ്കിലും ശരി, ലൗകിക ജീവിതത്തിലാണെങ്കിലും ശരി, ഞാനാണ് എല്ലാം ചെയ്യേണ്ടത്, എന്റെ ജീവിതം, എന്റെ ചുമതല എന്നൊക്കെ പറഞ്ഞ് എത്ര ടെൻഷനും ഡിപ്രഷനും ആളുകൾക്ക്. അയ്യോ, ഒരു 2 മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കും, ഒരേ ഒരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കും. ഇതൊക്കെ ഇപ്പൊ എങ്ങനെ നടക്കും? ഒരു ചോദ്യമുള്ളൂ, ഇപ്പൊ നമ്മൾ ചത്തുപോയാൽ അതൊക്കെ നടക്കാതിരിക്കുമോ? കുറച്ചുകൂടെ ഭംഗിയായിട്ട് നടക്കും. സാധാരണ പറയും ആളുകൾ വീട്ടിലെ ഇതും അതും പറഞ്ഞ് ഉപദ്രവിക്കുന്ന ആളുകളെ എല്ലാവരെയും ചീത്തയും പറഞ്ഞ് ഇങ്ങനെ വേണം അങ്ങനെ വേണം. അവർ കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് വിട്ടു നിന്നാൽ തിരിച്ചു വന്ന് നോക്കുമ്പോൾ കാര്യം കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കും. അപ്പോഴാണ് മനസ്സിലാവുക നമ്മളാ കുഴപ്പം. നമ്മളില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് വിചാരിക്കണം. വെറും അജ്ഞാനാണ്. ഒരു മഹാശക്തി നടത്തിക്കൊണ്ടിരിക്കണമെന്ന് അറിഞ്ഞാൽ ഈ ഡിപ്രഷൻ ഒന്നും ഉണ്ടാവില്ല, ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. ടെൻഷൻ മുഴുവൻ വരുന്നത് ഈ കർത്തൃത്വത്തിൽ നിന്നാണ്. എന്റെ കാര്യം നോക്കണ്ടേ, എന്ത് ചെയ്യും നാളെ ഫ്യൂച്ചറിൽ? മിണ്ടാതിരിക്കുക. ഒന്നും ആവാൻ പോണില്ല. ഇതപ്പോ സൃഷ്ടി അവസാനിക്കും. മിണ്ടാതിരിക്കുക. ഒരു മഹാശക്തി എന്തെങ്കിലും മുമ്പിൽ വരും, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്തെങ്കിലുമൊക്കെ നടക്കും. ഒരാൾ വൈദ്യം പഠിക്കാൻ പോയപ്പോൾ പറഞ്ഞു കൊടുത്തു എന്ന് പറയും. എളുപ്പത്തിലാണ്. എന്തെങ്കിലും മരത്തിന് ചാറ് പിഴിഞ്ഞ് ആർക്കെങ്കിലും കൊടുക്കാന്ന്. സുഖം മാറുമോ? എന്തെങ്കിലും ആവുന്നു. യസ്യ കസ്യ തരോർമൂലം ഏനകേന പ്രവേശയേ യസ്മൈ കസ്മൈ ച ദാതവ്യം യദ്വാ തദ്വാ ഭവിഷ്യതി. എന്നുവെച്ചാൽ ഒക്കെ ഒരു മഹാശക്തി നടത്തിക്കൊണ്ടിരിക്കണം. ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ തമാശയ്ക്ക് പറഞ്ഞതാണ്, പക്ഷെ കാര്യമായിട്ടും നോക്കിയാൽ ജീവിതത്തില് ഒക്കെ ആ മഹാശക്തിയാണ് നടത്തുന്നത്. അതാത് ക്ഷണത്തില് എന്തു വരണോ അത് പ്രതിഫലിക്കും മുമ്പില്. അപ്പ നടത്തിക്കും. അപ്പ അറിവ് വരും. അപ്പ അതിനുവേണ്ട സാമഗ്രികൾ വരും, അതിനുവേണ്ട ശാസ്ത്രം വരും, അതിനുവേണ്ട വ്യക്തികൾ വരും. താൻ മിണ്ടാതിരുന്നാൽ നടക്കും. നിങ്ങൾ ചോദിച്ചാൽ മിണ്ടാതിരുന്നാൽ നടക്കുമോ എന്ന് ചോദിച്ചാൽ ഒന്നും നടക്കില്ല. കാരണം നിങ്ങൾ മിണ്ടാതിരിക്കില്ല. തൂഷ്ണീമസ്വ. അപ്പൊ നടക്കും. കർത്തൃത്വ അഭിമാനത്തിനെ അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ ഈശ്വരന്റെ കയ്യിൽ നമ്മൾ ഓടക്കുഴലായിട്ട് തീരും. അല്ലേ? ഭാഗവതത്തില് വെച്ചുകൊണ്ട് ഒരു ഉപകഥ പറയും. കൃഷ്ണന്റെ ഓടക്കുഴലിനെ കണ്ടിട്ട് ഒരു ഗോപിക ചോദിച്ചു അത്രേ, നീ എന്തു ഭാഗ്യം ചെയ്തു, എപ്പോഴും കണ്ണൻ തന്നെ അധരത്തിൽ വെച്ചുകൊണ്ട് വേണുഗാനം ചെയ്യുന്നു, അതിമധുരമായ സംഗീതം വരുന്നു, ഞങ്ങളെയൊക്കെ അപ്പപ്പോ ഇട്ടിട്ട് പോണു, തന്നെ എപ്പോഴും കയ്യിൽ വെച്ചുകൊണ്ട് നടക്കണു, ചിലപ്പോൾ ഇടുപ്പിൽ വെക്കണു, ചിലപ്പോൾ വായിൽ വെക്കണു, പാട്ട് വായിക്കണു, എന്റെ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചത്രേ ആ വേണുവിനോട്. ആ വേണു പറഞ്ഞു, നോക്കൂ, എന്റെ ഉള്ളിൽ നോക്കൂ, ഒന്നുമില്ല, ഹോളോ. ഇതുപോലെയാണ് നീ ഹോളോ ആയാൽ ഹോളി ആയിട്ട് തീരും. ഹിസ് ഹോളോനെസ്, ഹിസ് ഹോളിനെസ് ആണ്. ഉള്ളിൽ ആള് അങ്ങോട്ട് കാലിയായാൽ ആ മഹാശക്തി ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഉള്ളിൽ ആസാമ്യമുള്ളവരെ എന്തായാലും കുഴപ്പം. അതൊരു ഒരു തടസ്സം ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ഒരു പ്രതിബന്ധം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ഈശ്വര അനുഭവത്തിനൊരു തടസ്സം തന്നെ ഞാനാണ്. മാനം കൊണ്ടൊരുപ്പവർ മാനത്തെ അഴിത്ത് അഭിമാനമില്ലാതൊളിർ അരുണാചല. ആ അഭിമാനം അങ്ങോട്ട് ഈശ്വരന് അങ്ങോട്ട് സമർപ്പിച്ചാൽ ഈശ്വരന് എന്തു കൊടുക്കും?
നമ്മളെ തന്നെ കൊടുക്കണം. അങ്ങനെ ഇല്ലാതാക്കി തീർത്താൽ ഭഗവാനേ ഉള്ളൂ, ഞാനില്ല എന്നറിഞ്ഞാൽ പിന്നെ ഭഗവാന് വല്ല കുറയുണ്ടാവൂ. ഞാനതെന്ന് പ്രത്യേകിച്ച് വിട്ടു നിന്നാൽ മുഴുവൻ ദുഃഖ. ആ മഹാശക്തിക്ക് വഴങ്ങിക്കൊടുത്തിരിക്കുക, അത് നടക്കണ വഴിക്ക് നടക്കുക. അപ്പൊ എന്താ, ആ പൂർണ്ണത്തിനോടുള്ള കണക്ഷൻ നമുക്ക് പോവേയില്ല, പൂർണ്ണമായിട്ടിരിക്കും. ഇത് അമൃതം, ഈ അറിവ് തന്നെയാണ് അമൃതം. ഈ അമൃതം കുടിച്ച് സുഖമായിട്ട് തീരുകയാണ്, സുഖമായിട്ടിരിക്കുക. എവിടെയാ വയ്ക്കണമെന്ന് വെച്ചാൽ അതിനകത്ത് ഈ സത്യം മറക്കാതെ ഏകോ വിശുദ്ധ ബോധോഹം ഇതി നിശ്ചയവന്നിന പ്രജ്വാലി അജ്ഞാനഗഹനം വീതശോക സുഖീഭവ. അജ്ഞാനമാകുന്ന കൊടുങ്കാട്ടിനെ തീവയ്ക്കുന്നു. എങ്ങനെ തീവയ്ക്കും? ഏകോ വിശുദ്ധ ബോധോഹം ഇതി നിശ്ചയവന്നിന. അദ്വയമായ, രണ്ടില്ലാത്തതായ ശുദ്ധമായ ബോധമാണ് ഞാൻ എന്ന നിശ്ചയമാകുന്ന അഗ്നി കൊണ്ട്, ഏകോ വിശുദ്ധ ബോധോഹം, വിശുദ്ധമായ ബോധമാണ്, അറിവാണ്, ജ്ഞാനമാണ് ഞാൻ എന്നുള്ള നിശ്ചയമാകുന്ന അഗ്നി കൊണ്ട് പ്രജ്വാല്യ തീവയ്ക്ക. എന്തിന്? അജ്ഞാനഗഹനം, അജ്ഞാനമാകുന്ന ഈ കൊടുങ്കാടിന് തീവച്ചിട്ട് വീതശോക, ശോകമൊക്കെ എടുത്തു മാറ്റി സുഖീഭവ. എത്ര ആശീർവാദം, അനുഗ്രഹം! ഓരോ ശ്ലോകം കഴിയുമ്പോഴും സുഖീഭവ. വീതശോക, ശോകമില്ലാതാക്കിയിട്ട് സുഖീഭവ. അജ്ഞാനം അങ്ങോട്ട് പോയി കഴിയുമ്പോ സുഖം വരും. ഏകോ വിശുദ്ധബോധോഹം. ഇതൊക്കെ ഇങ്ങനെ മന്ത്രം പോലെ അനുസന്ധാനം ചെയ്യുന്നത് തന്നെ ഒരു സാധനയാണ്. ഏകോ വിശുദ്ധബോധോഹം ഇതി നിശ്ചയവന്നിന പ്രജ്വാല്യ അജ്ഞാനഗഹനം വീതശോക സുഖീഭവ. എത്ര വിശ്വമിതം ഭാതി കൽപ്പിതം രജ്ജു സർപ്പവത്. കയറിൽ പാമ്പ് പോലെ, ഇത്തിരി വെളിച്ചമുള്ള ഇരുട്ടിൽ പോകുമ്പോൾ അയ്യോ പാമ്പെന്ന് നിലവിളിച്ചു. ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ഒരു കയറാണ്. കയറിനെ കണ്ട് പാമ്പെന്ന് ധരിച്ച് നിലവിളിച്ചു. വെളിച്ചം കൊണ്ടുവന്നപ്പോൾ കയറ് കണ്ടു. അതുപോലെ താൻ ജീവനാണ്, ശരീര മനസ്സോടുകൂടിയിട്ടുള്ള ഉപാധിയോടുകൂടി ജീവനാണെന്ന് ധരിച്ചു. ആത്മവിചാരം ചെയ്തു നോക്കുമ്പോൾ താൻ പൂർണ്ണമായ ബോധമാണ്, ബ്രഹ്മമാണെന്ന് അറിഞ്ഞു. ആ ബോധത്തില് ഈ വിശ്വം മുഴുവൻ ഉദിക്കുകയും നിൽക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. എത്ര വിശ്വമിതം സർവം രജ്ജു സർപ്പവത് ഭാതി. കയറിൽ പാമ്പ് പോലെ തോന്നുന്നു. ആ ആധാരം, അധിഷ്ഠാനമായിട്ടിരിക്കുന്ന ബോധം ഉണ്ടല്ലോ, ആനന്ദ പരമാനന്ദ സബോധ ത്വം. ആനന്ദ പരമാനന്ദ സ്വരൂപമായ ആ ബോധമാണ് നീ. സുഖം ചര. ഈ സത്യം അറിഞ്ഞിട്ട് സ്വതന്ത്രമായിട്ട് സുഖമായിട്ട് സഞ്ചരിക്കൂപ്പ. നീ ആനന്ദ പരമാനന്ദ ബോധത്വം. നീ ആനന്ദ പരമാനന്ദ ബോധമാണെന്ന് അറിഞ്ഞിട്ട് സുഖം ചര. ഈ അറിവില്, ഈ ജ്ഞാനത്തിൽ ഇരുന്നുകൊണ്ട് സുഖമായിട്ട് ജീവിതമാകുന്ന പ്രാരബ്ധത്തിന്റെ ഇടയിൽ കൂടെ അങ്ങനെ ഒരു കളങ്കമും കൂടാതെ സഞ്ചരിക്കുക. മത്സ്യം ചളിയില കിടക്കുക അല്ലേ? ചളിയിൽ പോയി പൊളഞ്ഞു കിടക്കും. ആ മത്സ്യത്തിനെ എടുത്തു നോക്കുമ്പോൾ പളപളപളപളാന്നിരിക്കും. ആ ചളിയുടെ ഉള്ളിൽ കിടന്നിട്ട് അതിന്റെ ശരീരത്തിന്റെ പ്രകാശം അതിങ്ങനെ നല്ല ക്ലീനായിട്ടിരിക്കണ പോലെ ഈ സത്യം ആരുടെ ഉള്ളിലുണ്ടോ അയാൾ സംസാരത്തിലുള്ള എല്ലാ ചളികൾക്ക് നടുവിലും കിടക്കേണ്ട പ്രാരബ്ധം ഉണ്ടെങ്കിലും ശുദ്ധമായിട്ടിരിക്കും. മറ്റേത് എത്ര വൃത്തിയായിട്ടുള്ള സ്ഥലത്തും ഈ ജ്ഞാനമില്ലെങ്കിൽ സമാധാനമൊന്നും ഉണ്ടാവില്ല. കൈലാസത്തിൽ പോയാലും വൈകുണ്ഠത്തിൽ പോയാലും ചിലപ്പോൾ ഹിരണ്യകശിപു ഹിരണ്യാക്ഷനും ഒക്കെ ആയിട്ടൊക്കെ തിരിച്ചു വരേണ്ടി വരും. ഈ അറിവില്ലാതെ എവിടെ പോയിട്ടും കാര്യമില്ല. ഈ അറിവുണ്ടെങ്കിൽ ഏത് കളങ്കത്തിന് നടുവിലും ചളിയിൽ കിടക്കുന്ന മത്സ്യം പോലെ ന പങ്കീക്രിയത്തെ, കളങ്കപ്പെടാതിരിക്കും. ആനന്ദ പരമാനന്ദ സബോധസ്ത്വം സുഖം ചര. താൻ ആ മുക്തനാണെന്നും ആത്മാവാണെന്നും എന്നുള്ള അഭിമാനം, അതാണ് സാക്ഷാത്കാരം. അഭിമാനം ശരീരത്തിലും മനസ്സിലൊക്കെ വയ്ക്കുമ്പോൾ അജ്ഞാനാണ്. അഭിമാനം അഖണ്ഡത്തിൽ വയ്ക്കുമ്പോൾ അത് സാക്ഷാത്കാരം. അഭിമാനം ഒരു ഫോഴ്സാണ്, ഒരു എനർജിയാണ്. അഭിമാനത്തിന് ശരീരത്തിലും മനസ്സിലൊക്കെ വയ്ക്കുമ്പോൾ ബന്ധപ്പെടുന്നു. അഭിമാനത്തിനെ ഇതിന്നൊക്കെ എടുത്ത് അഖണ്ഡത്തിൽ വയ്ക്കുമ്പോൾ, അതിന് വരമ്പില്ലാത്തതിൽ കൊണ്ടുവയ്ക്കുമ്പോൾ മുക്താഭിമാനി മുക്തോഹി.
മുക്തനാണെന്നുള്ള അഭിമാനമുള്ളവൻ മുക്തനായിട്ട് തീരുന്നു. ബദ്ധോ ബദ്ധാഭിമാന്യപി, അയ്യോ ഞാൻ ബദ്ധനാണ്, എനിക്ക് സംസാരമുണ്ട്, എനിക്ക് ദുഃഖമുണ്ട്, വിഷമുണ്ട്, ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാവും. കാരണം നിങ്ങൾ ആത്മാവാണ്. നിങ്ങൾ എന്ത് പറയണോ അതൊക്കെ ഉണ്ടാവും. നിങ്ങൾ സത്യസ്വരൂപിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തുണ്ടെന്ന് അംഗീകരിക്കണോ അതൊക്കെ സത്യമായിട്ട് തീരും. മുക്തി ഉണ്ടെന്ന് അംഗീകരിച്ചാൽ മുക്തി വരും. ഭഗവാൻ ഉണ്ടെന്ന് അംഗീകരിച്ചാൽ ഭഗവാൻ തോന്നും. ഭക്തി അംഗീകരിച്ചാൽ ഭക്തി തോന്നും. ത്യാഗം, ദയാ, ക്ഷമ, ആർജവം ഇതൊക്കെ അംഗീകരിച്ചാൽ അതൊക്കെ തോന്നും. കാമം, ക്രോധം, ലോഭം, ദ്വേഷം, മാത്സര്യം, ബന്ധം, ദുഃഖം ഇതൊക്കെ ഉണ്ടെന്ന് അംഗീകരിച്ചാൽ അതൊക്കെ വരും. അതുകൊണ്ടാണ് പറഞ്ഞ അറിവിൽ വളരെ ജാഗ്രതയായിരിക്കണം. വേണ്ടാത്തൊന്നും ഉള്ളിൽ കയറ്റരുത്. വേണ്ടാത്തൊക്കെ ഇപ്പൊ അറിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണം? ന്യൂസ് പേപ്പറിൽ വായിച്ചു ലോകത്തിൽ എന്തൊക്കെ അറിഞ്ഞിട്ടിപ്പോ നമ്മൾക്ക് എന്ത് പ്രയോജനം? ഒന്നും വേണ്ട. അറിവിൽ വളരെ ജാഗ്രതയായിരിക്കുക. വ്യാധികളെ കുറിച്ചൊന്നും അറിയാനേ പാടില്ല. ശരിക്കും വ്യാധിയെക്കുറിച്ചുള്ള അറിവ് കൊണ്ടാണ് വ്യാധി പ്രചരിക്കുന്നത്. അത് നിങ്ങൾ ഈ സത്യം നിങ്ങൾക്ക് അറിഞ്ഞോ അറിഞ്ഞിട്ടില്ലയോ അസത്യമാണ്. വ്യാധിയെക്കുറിച്ച് എത്ര കണ്ട് അറിയണോ അത്ര കണ്ട് വ്യാധി വരും. അവരൊക്കെ ആളുകൾക്ക് ഡിസ്കഷൻ തന്നെ ഇതാണ്. നിങ്ങൾക്ക് എത്രയുണ്ട്, എനിക്കെത്രയുണ്ട്, എന്തോ ഒരു സാധനം. അതെന്താന്ന് അവർക്കൊരു നിശ്ചയമില്ല. എന്തൊക്കെയോ പേര് പറഞ്ഞിട്ട് ഇത് ഇത്രയുണ്ടോ അത്രയുണ്ടോ അത്രയുണ്ടോ അത്രയുണ്ടോ. അത് ഇത്തിരി എനിക്ക് കുറവാണെങ്കിൽ എനിക്കിത്തിരി കുറവാണെന്നാണ്. പിന്നെ വരാതിരിക്കുമെന്ന്. മുക്ത ഈ അഭിമാനത്തിനൊക്കെ പകരം താൻ ആത്മാവാണെന്നും പൂർണ്ണ വസ്തുവാണെന്നും ബ്രഹ്മമാണെന്നും അഭിമാനിച്ചൂടെ? എന്തിനായി വേണ്ടാത്ത ഈ നീചകാര്യങ്ങളെ എടുത്ത് മേത്തേക്ക് കയറ്റണത്? കിം വദന്തീഹ സത്യേയം യാമതി സാഗതിർഭവേത്. ഒരു കിംവദന്തി ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുകയാണ്. എന്താന്ന് വെച്ചാൽ എങ്ങനെ മതിയോ അതുപോലെ ഗതി എന്നാണ്. എങ്ങനെ ചിന്തിക്കണോ അതുപോലെ നടക്കും. എന്ത് ശ്രദ്ധയോ അതുപോലെ. കാരണം ശ്രദ്ധാശക്തി എന്ന് പറയുന്നത് ബ്രഹ്മാവാണ് സൃഷ്ടിച്ചത്. ഉള്ളിൽ ഇങ്ങനെ കുറെ കാലം എനിക്ക് ഈ സൂക്കേട് വന്നില്ലല്ലോ വിചാരിച്ച വരും. എനിക്ക് ഇന്ന് ദോഷം വന്നില്ലല്ലോ വിചാരിച്ചാൽ ദോഷം വരും. നെഗറ്റീവായിട്ടുള്ളത് ഉള്ളിൽ കയറ്റി അത് വരും. ജാഗ്രത. നിങ്ങള് പൂർണ്ണ വസ്തുവാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഒക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ഉള്ളിലുള്ള അന്തര്യാമി ബ്രഹ്മാവാണ്, വിഷ്ണുവാണ്, ശിവനാണ്, എല്ലാമാണ്. സ്ഥിതി, ഉദ്ഭവ, പ്രളയ, ഹേതുഹു അഹേതുഹു. ഭാഗവതം പറഞ്ഞു, ഉള്ളിലുള്ള ഉണ്ടല്ലോ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തിക്ക് സാക്ഷിയായിട്ടുള്ള ചൈതന്യം ഉണ്ടല്ലോ, അത് തന്നെയാണ് സൃഷ്ടി ചെയ്യണത്, അത് തന്നെയാണ് പരിപാലനം ചെയ്യണത്, അത് തന്നെയാണ് സംഹാരം ചെയ്യണത്. അത് ഇതിനൊന്നും ഹേതുമല്ല. അതിലിതൊന്നുമില്ല. സൃഷ്ടിസ്ഥിതി സംഹാരാദികളൊന്നും അതിലില്ല. സ്ഥിതി, ഉദ്ഭവ, പ്രളയ, ഹേതുഹു അഹേതുഹു അസ്യ യത് സ്വപ്ന ജാഗര സുഷുപ്തിഷു സദ് ബഹിശ്ച ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തിയേന. അതുള്ളതുകൊണ്ട് ദേഹം, ഇന്ദ്രിയ, മനസ്സൊക്കെ ചലിക്കുന്നു. സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. ഹേ രാജൻ, ആ ഉള്ളിലിരുന്നു കൊണ്ട് ആര് ഇരുന്നത് കൊണ്ടാണോ ഈ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത്, ഏതൊന്നാണോ സൃഷ്ടി, സ്ഥിതി, സംഹാരത്തിനൊക്കെ മൂലകാരണമായിട്ടിരിക്കുന്നത്, ഏതൊന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരാദികൾ ഒന്നുമില്ലയോ, അതിനെ ഈശ്വരൻ എന്ന് അറിഞ്ഞുകൊള്ളൂ. അത് പൂർണ്ണമെന്ന് അറിഞ്ഞുകൊള്ളൂ. അത് അറിഞ്ഞു കഴിയുമ്പോൾ അഹേതുഹു, അതൊന്നിനും കാരണമല്ല. അതിൽ കാര്യം, കാരണം മുതലായിട്ടുള്ളതൊന്നുമില്ല. അതിൽ സൃഷ്ടിയൊന്നുമില്ല. അതിൽ ഒരു ദോഷവും ഒരു കുഴപ്പവുമില്ല. അതാണ് അത് സർവത്തോ ഭദ്രമാണ്. അതിന് പേര് തന്നെ ഭദ്രം എന്നാണ്. മംഗളമാണ്, ശിവം ആണ്. താപത്രയ ഉന്മൂലനം. എല്ലാ താപങ്ങളും എടുക്കും അതിനെ അറിഞ്ഞു കഴിയും. എന്താണെന്ന് വെച്ചാൽ അതിലൊന്നുമില്ല. അപ്പോ ഈ കിംവദന്തി പറഞ്ഞു, മുക്താഭിമാനി മുക്തോഹി, ഞാൻ മുക്തനാണ്, അസംഗോഹം 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 പുനഃ പുനഃ, ഞാൻ ആത്മാവാണ്, നിർമ്മലനാണ്, സ്വതന്ത്രനാണെന്ന് ധ്യാനിച്ചാൽ ആ ബലം, വീര്യം വരും. ഇത് ഓർമ്മ വെച്ചോളാം ഉള്ളിൽ. ഇതൊരു ഒന്നും സാധിച്ചിട്ടില്ലെങ്കിൽ, ആത്മവിചാരം ചെയ്യാനൊന്നും വയ്യെങ്കിൽ ഉള്ളിൽ പറഞ്ഞുകൊള്ളാം, ഞാൻ ആത്മാവാണ്, ശുദ്ധമാണ്. അത് വ്യവഹാരത്തിൽ ആത്മാവായിട്ടുണ്ടോ എന്ന് കണ്ണാടിയിലൊന്നും നോക്കണ്ട, ഉള്ളിൽ വരേണ്ടതാണ്. ഞാൻ ആത്മാവാണ്, ശുദ്ധനാണ്, നിർമ്മലനാണ്, പൂർണ്ണ വസ്തുവാണ്. ഈ ബലമായിട്ട് ഈ ധ്യാനത്തിന് ഉള്ളിൽ ഇറക്കിയാൽ അതൊരു ബലത്തിനുണ്ടാക്കും, ഒരു ശാന്തിയെ തരും, ഒരു ആനന്ദത്തിന് തരും.
അഭയം, ഭയമില്ലാത്ത സ്ഥിതിയെ തരും. യാമതി സാ ഗതിർഭവേത്. നാളെ തുടർന്ന് രാവിലെ കാണാം. നാളെ രാവിലെയാണ് സത്സംഗം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ.